ഇന്നത്തെ ഈ ഒരു സെഷൻ്റെ പ്രത്യേകത, ഇവിടെ വന്നിരിക്കുന്ന കുറേ പുതിയ ആൾക്കാരുണ്ട്. ഒരു ബിസിനസ് അവസരം അന്വേഷിച്ച് വന്നിരിക്കുന്ന ആൾക്കാരാണ്. ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ച് വന്നിരിക്കുന്ന ആൾക്കാരായി. എങ്കിലും ആദ്യമായിട്ടുള്ള ആൾക്കാർക്ക് ജസ്റ്റ് അതിനൊന്ന് പരിചയപ്പെടുത്താം. ഞാൻ കണ്ണൂരാണ് എൻ്റെ സ്വദേശം. 21 വർഷത്തോളമായി ദുബായിൽ ഫാമിലിയോടൊപ്പം സെറ്റിൽഡാണ്. ഒരു നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. 4 വർഷം മുന്നെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്നത്. ഇന്ന് ജോലിയൊക്കെ മതിയേക്ക് റിട്ടയർമെൻറ്റ് ലൈഫിൽ എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട്, ദുബായിലുള്ള ഷാർജയിലുള്ള എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ 10 രൂപ പോലും വണ്ടിക്കൂലി പോലും ചിലവാക്കാതെ ലോകം മുഴുവൻ ബിസിനസ് ചെയ്യുന്ന ഒരു ബിസിനസ് ഓൺട്രപ്രണറായി മാറിയിരിക്കുകയാണ്. അടുത്ത വർഷം നാട്ടിലേക്ക് സെറ്റിലാവുകയാണ്. ഒരു പ്രവാസി എന്ന നിലയിൽ എല്ലാവരെയും സ്വപ്നങ്ങളാണ് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ഉണ്ടാക്കിയിരിക്കുന്ന സമ്പാദ്യങ്ങൾ കൊണ്ടായിരിക്കും നമ്മൾ ഗൾഫുകാർ മുഴുവൻ ജീവിക്കുന്നുണ്ടാവും. നാട്ടിൽ പോയി വീണ്ടും ഒരു ജോലിക്ക് പോകാൻ സാധിക്കില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പാസീവ് ഇൻകം ഉണ്ടാക്കി കഴിഞ്ഞു. 18 വർഷം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു പാസീവ് ഇൻകം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. സാധാരണ പ്രവാസികൾ പാസീവ് ഇൻകം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അവർ ബാങ്കിൽ പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് വെക്കും. അതിൻ്റെ അകത്ത് വരുന്ന ആ ഒരു ഇൻട്രസ്റ്റിലൂടെ ജീവിക്കുന്ന ആൾക്കാർ, അതിൽ കിട്ടുന്ന ഒരു വരുമാനമായിരിക്കും നമ്മൾ കാണുന്നില്ല. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും എൻ്റെ മക്കളും അവരുടെ മക്കളും സേഫ് ആവുന്ന ലെവലിൽ ഒരു ബിസിനസ്സാക്കി മാറ്റാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി സാധിച്ചിട്ടുണ്ട്. അതിനു പുറമെ ഇവിടെ വന്നിരിക്കുന്ന പുതിയ ആൾക്കാരെ നിങ്ങൾ പല ആൾക്കാരും പല കമ്പനികൾ കണ്ടിട്ടുണ്ടാവും. പല പ്രൊഡക്റ്റ് ബേസുകൾ കമ്പനികൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾക്ക് താങ്ങാൻ പറ്റാത്ത വിലകളിൽ പ്രൊഡക്റ്റ് കൊടുക്കുന്ന കമ്പനികൾ, അല്ലെങ്കിൽ ചെയ്തിട്ട് വിജയിക്കാൻ പറ്റാത്ത കമ്പനികൾ. എന്തുകൊണ്ടാണ് നമ്മളെല്ലാം അങ്ങനെയുള്ള കമ്പനികൾ കണ്ട് പേടിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി നമ്മൾക്ക് വരുമാനം ഉണ്ടാക്കണമെങ്കിൽ ആ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് സ്ഥിരമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളായിരിക്കണം. അതിൻ്റെ വില നമുക്ക് സ്ഥിരമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന വിലയായിരിക്കും. അതിൻ്റെ ക്വാളിറ്റി നമ്മൾക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന റിസൾട്ടുള്ള ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളായിരിക്കണം. ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് നടത്തുന്ന കമ്പനി ഫൗണ്ടർമാർക്ക് ഈ മേഖലയിൽ വല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. സ്വന്തമായിട്ട് മാനുഫാക്ചറിങ് ഉള്ള കമ്പനി ആയിരിക്കണം. ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിനെല്ലാം ഗവൺമെൻറ് അപ്രൂവൽ ആയിട്ടുള്ള എല്ലാവിധ സർട്ടിഫിക്കേഷൻ ഉണ്ടോ നോക്കണം. അതുകൂടാതെ ഇതൊക്കെ നല്ലതാണെങ്കിൽ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളുടെ വരുമാനം ആഗ്രഹിക്കുന്ന ലീഡേഴ്സിൻ്റെ കൂടിയാണെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. ആർക്ക് വേണമെങ്കിലും ഒരു വരുമാനം വേണമെങ്കിൽ നിങ്ങളെ വിജയിപ്പിക്കാൻ, നിങ്ങളുടെ വരുമാനം കാണുമ്പോൾ സന്തോഷിക്കുന്ന ലീഡേഴ്സ് ആണെങ്കിൽ മാത്രമേ ഏത് കമ്പനിയിൽ പോയി കഴിഞ്ഞാലും നമ്മൾക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. വെസ്റ്റേജ് കമ്പനിയുടെ പ്രത്യേകത, കമ്പനിയുടെ സിസ്റ്റം, മാർക്കറ്റിംഗ് പ്ലാൻ എന്ന് പറഞ്ഞാൽ കൂടെ വന്നിരിക്കുന്ന വ്യക്തിയുടെ വരുമാനം ആക്കി കൊടുത്താൽ മാത്രമേ നമ്മളുടെ വരുമാനം സേഫായിട്ട് പോകും. കൂടെ വന്നിരിക്കുന്ന വ്യക്തിയുടെ വരുമാനം കൂടുന്നതനുസരിച്ച് അതിനകത്ത് നമ്മളുടെ ഇൻക്രിമെൻ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്നും നിങ്ങളോടൊപ്പം വെസ്റ്റേജിൻ്റെ ലീഡേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഇതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ കാണുന്ന മാർക്കറ്റിൽ കാണുന്ന പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി, അവിടെ ശ്രദ്ധിക്കുക, ഏതെങ്കിലും ഒരു ലീഡർ വന്നിട്ട് നമ്മളോട് ബൾക്കായിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ പറയുകയാണെങ്കിൽ ആ കമ്പനിയിൽ ജോയിൻ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമുക്കറിയാത്ത ഒരു കമ്പനി, നമ്മൾക്കറിയാത്ത ഒരു പ്രൊഡക്റ്റ്, അതിനെന്ത് ക്വാളിറ്റി, എന്ത് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിരിക്കും നമുക്കറിയില്ല. അത് യൂസ് പോലും ചെയ്ത് നോക്കാതെ നമ്മളെ കൊണ്ട് ആവശ്യമില്ലാതെ ബൾക്ക് കുറേ സാധനങ്ങൾ വാങ്ങിപ്പിക്കുകയാണെങ്കിൽ അത് പക്ക ഫ്രോഡ് കമ്പനിയാണ്. കാരണം നമ്മൾ ഈ കമ്പനിയിലെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് എന്ത് ചെയ്യാൻ സാധിക്കും? അഡ്വർടൈസ്മെൻ്റ് ഇല്ലാതെ, ഇടനിലക്കാരില്ലാതെ, പരസ്യക്കാരില്ലാതെ ഈ പ്രൊഡക്റ്റ് നമ്മൾക്ക് ആർക്കും കൊടുക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കഴിവ് നമ്മൾക്കുണ്ടോ? അതിനുള്ള നോളജ് നമുക്കുണ്ടോ? നമുക്കറിയത്തില്ല. പിന്നെ ആരിത് ചെയ്യും? ആരെങ്കിലും വന്ന് സാധനം വിറ്റ് തരും? ഇങ്ങനെയുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ അവരുടെ മോട്ടിവേഷനിലും അവരുടെ ക്ലാസ്സുകളിലും നമ്മൾ വീണ് പോവുകയാണ്. അവരുടെ വരുമാനം സ്റ്റാറ്റസൊക്കെ വെച്ച് കാണും. ഒരു ദിവസത്തെ വരുമാനം ഇത്ര 1000 രൂപ. ഇത് കാണുമ്പോൾ നമ്മൾ ഒരിക്കലും നമുക്ക് അതുപോലെ കിട്ടുന്നില്ല. അവിടെ മേലോട്ട് പൈസ പോകുന്നൊരു സംവിധാനം കണ്ടിട്ടുണ്ടോ? താഴെയുള്ളവർ പാവപ്പെട്ടവർ സാധനങ്ങൾ വാങ്ങി വിറ്റ് നടക്കുമ്പോൾ മേലെ ലീഡർമാർക്ക് വരുമാനം കൂടും. അവരൊക്കെ സ്റ്റാറ്റസ് കാണിച്ചിട്ടും നിങ്ങൾക്കും അതുപോലെ കിട്ടുമെന്ന് പറഞ്ഞ് അത് കണ്ട് മോഹന വാഗ്ദാനം കണ്ട് പോയി പെട്ടുപോകുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? വെസ്റ്റേജ് കമ്പനിയുടെ മാർക്കറ്റിംഗ് പ്ലാൻ വരുമാനം താഴെന്നാണ്. ഇന്ന് ജോയിൻ ചെയ്ത വ്യക്തിക്ക് അടുത്ത വരുന്ന 10-ാം തീയതി ഒരു വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ വരുമാനം കൂടുള്ളൂ. അപ്പോൾ
നിങ്ങൾ ആലോചിക്കേണ്ടത്, ഞാൻ 4 വർഷമായി ഈ ബിസിനസ്സിൽ വന്നിട്ട് എന്നോടൊപ്പം ആരൊക്കെ 4 വർഷമായിട്ട് ഉണ്ടോ, എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടോ, അവരെ ഇപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവരെ ഞാൻ ഇന്നും അവരെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അവരുടെയൊക്കെ വരുമാനം അതുകൊണ്ട് സേഫ് ആക്കി കൊണ്ടുകൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ലൈഫ് ലോങ് പാസീവ് ഇൻകത്തിൽ എത്തിക്കാൻ ഒരുപാട് ഫാമിലിയെ എനിക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ പാസീവ് ഇൻകം വാങ്ങിക്കുന്ന ഒരു കുടുംബവും ഇന്ന് വരെ ഒരു പ്രൊഡക്റ്റ് പോലും, ഒരു സോപ്പ് പോലും വാങ്ങിച്ചിട്ട് വിൽക്കാൻ പോയിട്ടില്ല, സെയിൽ ചെയ്യാൻ പോയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഈ പാസീവ് ഇൻകം വാങ്ങിക്കുന്ന, ഇതിൽ നല്ല വരുമാനം വാങ്ങിക്കുന്ന 50,000, 40,000, 70,000 വരുമാനം വാങ്ങിക്കുന്ന ഒരാൾ പോലും ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങി വിൽക്കാൻ പോയിട്ടില്ല, സെയിൽ ചെയ്യാൻ പോയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെല്ലാവരും മനസ്സിൽ പല ആൾക്കാരും കാണുന്നു, ഈ പ്രൊഡക്റ്റ് വാങ്ങിക്ക് വിൽക്കണ്ടേ, ആൾക്കാർ വാങ്ങിക്കണ്ടേ, ഞാൻ ഇറങ്ങി വർക്ക് ചെയ്യണ്ടേ, ഞാൻ പുറത്തിറങ്ങി പോകണ്ടേ, ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ 4 വർഷമായിട്ട് ഞാൻ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. ക്ലിയർ ആവുന്നില്ല എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും മറ്റുള്ള കമ്പനി ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, മറ്റുള്ള കമ്പനിയായിട്ട് പരിചയം ഉണ്ടെങ്കിൽ ഇതുമായിട്ട് കമ്പാരിസൺ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ കണ്ട ഒരു കമ്പനിയല്ല ഇത്. വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇന്ന് ലോകത്തുള്ള, ഇന്ത്യയിലുള്ള 140 കോടി ജനങ്ങളിൽ ഒരു 50 രൂപ മാറ്റിവെക്കാൻ പറ്റാൻ കഴിവില്ലാത്ത ആൾക്ക് പോലും ലക്ഷറി ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്ന, ട്രെയിനിൽ പിച്ച് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇതിനകത്ത് വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുക, ലക്ഷറി ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ഹൈദരാബാദ് നമ്മൾ ഇതിൻ്റെ സെഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇട്ടിരിക്കുന്ന ഷർട്ട് ഊരിച്ച് ട്രെയിനിൽ കച്ചറ വരുന്ന പിച്ചക്കാരൻ ഈ ബിസിനസ്സിലൂടെ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്ന ലെവലെത്തി. എന്ന് വെച്ചാൽ ഈ ഒരു കമ്പനിയിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് വരുന്ന സമയത്ത് ആ ട്രെയിനിൽ പിച്ച് എടുക്കുന്ന പിച്ചക്കാരനോട് എനിക്ക് രക്ഷപ്പെടണമെന്ന് ചോദിച്ചപ്പോൾ അവൻ രക്ഷപ്പെടണമെന്ന് പറഞ്ഞു. കാരണം ഞാൻ പിച്ചക്കാരനായി പോകേണ്ട ആളല്ല, ഷോക്ക് അടിച്ച് കൈ കരിഞ്ഞു പോയതാണ്, വേറെ ജോലി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പിച്ചെടുക്കുന്നതാണ് എന്ന് പറഞ്ഞ് ആ പയ്യൻ്റെ ആ നിസ്സഹായാവസ്ഥ, അവന് ഇതിൽ ലക്ഷറി ലൈഫ് വാങ്ങിച്ചു കൊടുക്കാൻ സാധിച്ചൊരു കമ്പനിയാണ്. അപ്പോൾ ഇവിടെ വിദ്യാഭ്യാസം പ്രശ്നമല്ല, ആരോഗ്യം പ്രശ്നമല്ല, സൗന്ദര്യം വേണ്ട, ഒന്നും വേണ്ട, ജീവിതത്തിൽ എന്തെങ്കിലും ആവണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾക്കുണ്ടാകുന്ന സ്ട്രഗിളുകളെയും പരാജയങ്ങളെയും വിധിയായി കാണാതിരിക്കാൻ ശ്രമിക്കുക, അവസരങ്ങൾ മുതലെടുക്കാൻ ശ്രമിക്കുക, അവസരങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നുണ്ടാവും. 100%. ഒരു LKG സ്റ്റുഡൻറ്റിനെ പോലെ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല. നിങ്ങൾ ആദ്യമായിട്ട് അംഗനവാടിയിൽ കൊണ്ടാക്കുന്നില്ല. നമ്മുടെ അച്ഛനമ്മമാർ മക്കൾ അംഗനവാടിയിൽ കൊണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് കരച്ചിലും ബഹളമായി, അവിടെ ഇരിക്കാൻ പറഞ്ഞിരിക്കും, നമ്മളെ കൂടെ തന്നെ തിരിച്ച് ബാക്കോട്ട് വരുന്നുണ്ടാവും. അതുപോലെയുള്ള ഒരു അംഗനവാടി സ്റ്റുഡൻ്റായി നിങ്ങളിവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്കിതിൽ എത്ര ലക്ഷങ്ങളും വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. എത്ര ലക്ഷങ്ങൾ വേണം, നിങ്ങൾ എത്ര ലക്ഷമാണോ സ്വപ്നം കാണുന്നത് ആ വരുമാനം വാങ്ങിക്കാൻ സാധിക്കും. മനസ്സിലാവുന്നില്ല? ലൈക്ക് ഉണ്ടെങ്കിൽ ലൈക്കൊക്കെ അടിച്ചോ, കമൻ്റൊക്കെ അടിച്ചോ, കുഴപ്പമില്ല. ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ്, പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനി എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ എടുത്ത് പുറത്തുനിന്ന് കളയും. ഫ്രഷ് മൈൻഡ് കാലിയായിട്ട് വെക്കുക. ഈ ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ, വെസ്റ്റേജ് കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കാൻ, എന്താണ് വെസ്റ്റേജ് കമ്പനിയുടെ മാനേജ്മെൻറ്റ്, അവരുടെ വിഷൻ എന്താണ്. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ലക്ഷറി ലൈഫ്, സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ, ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങളില്ലാതെ, ആ സെയിം ടൈമിൽ അസുഖമില്ലാതെ ആരോഗ്യമുള്ള വ്യക്തിയായി മാറാൻ ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇതിലൂടെ സക്സസ് ക്രിയേഷൻ ചെയ്യാൻ സാധിക്കും. 1000-ലധികം പ്രൊഡക്റ്റിലേക്ക് എത്തിക്കുക എന്നുള്ള വിഷൻ. ഇന്ന് 450-ൽ പരം പ്രൊഡക്റ്റുള്ള കമ്പനിയാണ്. 1000-ലധികം പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയെ മാറാൻ 30ഓളം രാജ്യങ്ങൾ എത്തിക്കുക എന്നുള്ള കമ്പനിയുടെ വിഷനാണ്. അതിലോടൊപ്പം നമുക്ക് നിൽക്കാൻ സാധിക്കും. ഇനി ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ സക്സസ് ആവാൻ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്താലാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും, എല്ലാ വ്യക്തികൾക്കും, എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ? ആരെങ്കിലും അങ്ങനെ എഴുതി വെക്കാറുണ്ടോ? എൻ്റെ സ്വപ്നങ്ങൾ ഇന്നാണ്. ഞാൻ ആക്ച്വലി എൻ്റെ ലൈഫിൽ എൻ്റെ ഫുൾ സ്റ്റോപ്പിട്ട വ്യക്തിയാണ്. ഇതിനപ്പുറം ഇനി ഒരു ലൈഫ് എനിക്കില്ല. എങ്ങനെയെങ്കിലും മക്കളെ പഠിപ്പിക്കുക, അവർക്കൊരു ജോലിയാക്കുക, അവരെ വരുമാനത്തോട് ജീവിക്കുക എന്നുള്ള വിധിയാക്കി വെച്ച വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വിന്നിങ് ടീമിൻ്റെ സപ്പോർട്ട് കൂടിയാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. വിന്നിങ് ടീമിൽ സക്സസ് ആവുന്ന ആൾക്കാർ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു 10 core സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഇതുണ്ട്. ഇതെല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നതാണ്. രാവിലെ 6 മണിക്കുള്ള ക്ലാസ്സുകൾ ഇതെല്ലാ ദിവസവും നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. ഞാനതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻസ് ആയ കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ അതിൽ ഫസ്റ്റ് എന്ന് വെച്ചാൽ നമുക്കിതിൽ നമ്മളുടെ സ്വപ്നങ്ങൾ എന്താണ് ഡിഫൈൻ ചെയ്ത് വെക്കുക. നിങ്ങൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്? ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും,
വീടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും മനസ്സിൽ ഗൾഫുകാരനായിക്കോട്ടെ, നാട്ടിലുള്ള ജോലിയുള്ള ആൾക്കാരായിക്കോട്ടെ, ഒരു വീട് വെക്കാമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന സമയത്ത് എന്താ ചെയ്യുക? ബാങ്കിൽ പോയി ലോൺ എടുക്കും, നമ്മളുടെ രേഖ പണയം വയ്ക്കും, എന്നിട്ടാകുമ്പോൾ ലോൺ എടുത്ത് വീടിൻ്റെ പണി സ്റ്റാർട്ടാവും. ആ വീടിൻ്റെ പെയിൻറ്റ് പോയി കഴിഞ്ഞാൽ പോലും വീടിൻ്റെ EMI തീരാതെ ആൾക്കാരാണ്. വലിയ വീട് വെക്കുക എന്നുള്ളത് നമുക്ക് മറ്റുള്ളവരെ തൊട്ടടുത്ത വീട്ടിനേക്കാളും കുറച്ച് വലിപ്പമുള്ള വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ തൊട്ടടുത്ത വീട്ടിലുള്ള ഫർണിച്ചറിനെക്കാട്ടി നല്ല വില കൂടിയ ഫർണിച്ചർ വാങ്ങിക്കണം, ഫ്രിഡ്ജ് വാങ്ങിച്ചു വെക്കണം, വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ. ഇതെല്ലാം നമ്മൾ EMI കൊണ്ട് നമ്മൾ ജോലിയിലൂടെ കിട്ടുന്ന വരുമാനത്തിൽ ചെയ്യുന്ന ആൾക്കാർ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെ ലഭിക്കണം. ഒരു വീട് വെക്കാനാണെങ്കിൽ അത് എഴുതി വെക്കുക. ഏത് ടൈപ്പ് വീടാണോ അതിനൊരു പിക്ചർ എടുത്ത് നിങ്ങൾ ഒട്ടിച്ചു വെക്കുക. നിങ്ങൾ ഏത് തരം വാഹനങ്ങളാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇന്നലെ എൻ്റെ സ്വപ്ന കാറ് ഞാൻ ഓൾറെഡി പിക്ചർ വരച്ച് വെച്ചിരിക്കുന്നതാണ്, വാങ്ങിച്ചു വെക്കും, പിക്ചർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. ആ കാർ ഓടിച്ചിട്ട് ഇന്നലെ ഒരാൾ വെസ്റ്റീജിൻ്റെ വയനാട്ടിലുള്ള ബോട്ടിക്ക് എന്ന് പറഞ്ഞ ക്യാമ്പിലേക്ക് പോകുമ്പോൾ ഒരു വീഡിയോ ഞാൻ സ്റ്റാറ്റസ് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ഏതാ കാർ? അപ്പോൾ ഇന്ന കാറാണ്, ഇത് എൻ്റെ ഡ്രീം കാറാണല്ലോ മാഡം, ആ കാറിൻ്റെ ഫോട്ടോ ഒന്ന് അയച്ചിട്ടാണ് ചോദിച്ചപ്പോൾ എനിക്ക് അയച്ചു തന്നു. അവരും വാങ്ങിച്ചത് വെസ്റ്റീജിലൂടെയാണ്, എൻ്റെയും ഡ്രീം കാറാണായിരുന്നു. അപ്പോൾ നമ്മളുടെ ഡ്രീം കാർ ഏതാണ് അത് നമ്മൾ അതിൻ്റെ പിക്ചർ എടുത്തിട്ട് ഗൂഗിളിൽ പോയി അതിൻ്റെ പിക്ചർ കിട്ടും, അതെടുത്ത് ഒട്ടിക്കുക. ചുമരിൻ്റെ നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ കാണുന്ന 4 ചുമരിലും ആ കാറിൻ്റെ പിക്ചറും നിങ്ങൾ ഉദ്ദേശിച്ച വീടിൻ്റെ പിക്ചറും ഒട്ടിച്ച് വെക്കും. പിന്നെ നിങ്ങൾ എന്താണോ സ്വപ്നം കണ്ടിരിക്കുന്നത്, ഓർണമെൻറ്റ്സ് ആണോ, സ്വർണ്ണമാണോ, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ആണോ, ഇതെല്ലാം ഇത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്ര പവൻ സ്വർണം വാങ്ങിച്ച് വെക്കണം ഈ വർഷം കൊണ്ട് എന്ന് വെച്ചാൽ നാളെ തന്നെ മെർസിഡീസ് ബെൻസ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഇത്ര കോടിയുടെ വീട് വെക്കാൻ നാളെ അടുത്ത ആഴ്ച വെക്കാനുള്ള ഇതുണ്ട്. ആ ഡ്രീംസിനൊക്കെ നമ്മൾ ടൈമും കൂടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു. ഇത്ര വർഷം കൊണ്ട് 5 വർഷം കൊണ്ട് ഈ ബിസിനസ്സിലൂടെ ഞാൻ ഇന്നത് നേടും, ഇത്ര വർഷം കൊണ്ട് ഇന്ന് വാങ്ങും എന്നൊക്കെ എഴുതി വെക്കാൻ സാധിക്കണം. ഞാൻ ഈ ബിസിനസ് വന്ന സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് എനിക്കുണ്ടാകുന്ന സാമ്പത്തിക പ്രോബ്ലംസ്, ഫിനാൻഷ്യൽ പ്രോബ്ലം, ഒരുപാട് കടബാധ്യതകളുള്ള വ്യക്തിയാണ്, അത് ആദ്യം തീർക്കുക എന്നുള്ളത്. വേറെ സ്വപ്നങ്ങൾ വീടും കാറൊക്കെ ഞാൻ പിന്നീടേക്ക് മാറ്റി വെച്ചാളാണ്. ആദ്യം എനിക്കുണ്ടായിരുന്ന ബാധ്യതകളെ ഞാൻ സ്വന്തമായിട്ടൊരു സ്ഥാപനം ദുബായിൽ തുടങ്ങി 10-35 സ്റ്റാഫിന് ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയുടെ ഓണറായിരുന്നു, ജോലിയോടൊപ്പം ചെയ്തതാണ്. അത് കംപ്ലീറ്റ് പൊട്ടിപ്പോയി 1.5 കോടി രൂപ നഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ അതിലൂടെ എനിക്ക് ഒരുപാട് ക്രെഡിറ്റ് കാർഡിനും ലോണിനൊക്കെ ബാധ്യതകൾ വന്ന് അതടക്കാൻ പറ്റാതെ, കുട്ടികളുടെ ഫീസ് അടക്കാൻ പറ്റാതെ, റൂമിൻ്റെ റെൻറ്റ് കൊടുക്കാൻ പറ്റാതെ, കറണ്ടിൻ്റെ ബില്ല് അടക്കാൻ പറ്റാതെ ഇരുന്നൊരു ഫാമിലിയായിരുന്നു ഞാൻ ദുബായിൽ. ആദ്യം ഞാൻ ഈ ബിസിനസ്സിലൂടെ അതൊന്ന് ക്ലിയറാക്കി എടുക്കാന്നുണ്ട്. ആദ്യത്തെ ഫസ്റ്റ് സ്വപ്നമായ പ്രാരാബ്ദങ്ങൾ ഒഴിവാക്കുക എന്നുള്ള സ്വപ്നങ്ങളായിരുന്നു ഞാൻ ആദ്യം കണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നാട്ടിലേക്ക് സെറ്റിലാവുന്നുള്ള സ്വപ്നമാണ്. അത് കഴിഞ്ഞ് നാട്ടിലൊരു വീടും ഒരു വാഹനവും കുട്ടികളുടെ എഡ്യൂക്കേഷനൊക്കെ സ്വപ്നത്തിലുള്ളതാണ്. ഇതിൽ ഓരോന്നോരോന്ന് ആയിക്കൊണ്ടിരിക്കുക. അടുത്ത വർഷം ഏപ്രിൽ മാസം ഞാൻ നാട്ടിലേക്ക് സെറ്റിലാവും. അവിടെ പോയ സമയത്താണ് ഞാൻ ആഗ്രഹിച്ച ഡ്രീം കാർ വാങ്ങിക്കുന്നത്. വീടിൻ്റെ ഫണ്ട് വീട് വെക്കാനായിട്ടില്ല, കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വീടുള്ളത് അതിൽ തന്നെ നിൽക്കും, കുറച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട വീട് വെക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ നമ്മൾ ആദ്യം എഴുതി വെക്കണം. നിങ്ങൾ വിധിയെ പഴിക്കാതിരിക്കുക. ഒരു മനുഷ്യനും വിധിയൊന്നുമില്ല, ആ വിധിയെ മാറ്റാൻ ദൈവം ഓപ്പർച്യൂണിറ്റി കൊണ്ട് തരാറുണ്ട്. എല്ലാ മനുഷ്യരും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം അത് ഓപ്പർച്യൂണിറ്റി കൊണ്ടുതരും. നിങ്ങൾ അതിനെ ചവിട്ടി പുറത്തെടുത്ത് തടാതെ. വന്ന ഓപ്പർച്യൂണിറ്റി എല്ലാം നാട്ടിൽ കാണുന്ന എല്ലാം തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ നമുക്ക് വന്ന ഓപ്പർച്യൂണിറ്റി മൊത്തം തട്ടിപ്പാന്ന് പറയാൻ പറ്റും. നമ്മൾ പണ്ടത്തെ കാലഘട്ടത്തിൽ ഗൾഫിലേക്ക് പോകുമ്പോൾ വിസ തട്ടിപ്പ് ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. അല്ല, പണ്ടത്തെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നാട്ടിൽ ഗൾഫിലേക്ക് പോകുമ്പോൾ വിസക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പൈസ പോകുന്ന കണ്ടിട്ടുണ്ട്. ഇന്ന് അങ്ങനത്തെ തട്ടിപ്പ് കുറവാണ്. അപൂർവം മാത്രമേ കാണാറുള്ളൂ. വിസക്ക് പൈസ കൊടുത്ത് കയ്യിൽ നിന്ന് പൈസ പോയി. ആ സമയത്ത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ച് ഗൾഫിലാരും പോകില്ലേ, ഗൾഫിലാരും വിസക്ക് പൈസ കൊടുക്കാണ്ട് പോകും, അങ്ങനെയൊന്നുമില്ല. ഓരോ സമയത്ത് എന്തെങ്കിലും തട്ടിപ്പുകളുണ്ടാവും. അത് നമ്മൾ കെയർ ചെയ്യണം. വെറുതെ ഇരുന്നാൽ പൈസ കിട്ടുന്ന പരിപാടികൾ അന്വേഷിച്ച് നടക്കുന്നതുകൊണ്ടാണ് ഈ തട്ടിപ്പിൽ നമ്മൾ പെട്ടുപോകുന്നത്. ഞാൻ ഇതുവരെ വന്നിരിക്കും ഒരാൾ പോലും വന്നിട്ടില്ല ഇങ്ങനെ ഒരു തട്ടിപ്പ് പ്രസ്ഥാനമായിട്ടോ പ്രൊഡക്റ്റ് പ്രസ്ഥാനമായിട്ട് വന്നിട്ടില്ല. ഒരു മനുഷ്യൻ എന്നെ കാണാൻ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് എനിക്കറിയത്തില്ല. ആദ്യമായിട്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വെസ്റ്റീജ് എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നത്. അത് ഞാൻ സത്യസന്ധമായിട്ട് ഇഷ്ടമില്ലാതെ എടുത്ത സാധനമാണ്, പിന്നീട് അത് ഇഷ്ടപ്പെട്ട് പോയതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് നമ്മൾ മറ്റുള്ള എല്ലാത്തിനും ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ നേടാൻ ദൈവം ഒരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. ഇതിന് ശേഷം ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പല ആൾക്കാരും ഞാൻ ഈ പറയുന്ന ക്ലാസ്സുകൾ കേട്ട് മോട്ടിവേഷൻ കേട്ടതിന് ശേഷം നേരെ അടുത്ത് ചെന്ന് എൻ്റെ ചങ്ങായിമാരോട് മൊത്തം ഈ ഓപ്പർച്യൂണിറ്റി പറയും. നമ്മൾ പണ്ടത്തെ പോലത്തെ കമ്പനിയല്ല കേട്ടോ, ഇത് ഭയങ്കര സംഭവമാണ്, നിങ്ങൾ കേട്ട് നോക്കൂ. അല്ലെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ച് വീട്ടിൽ പിന്നെയും നമ്മുടെ ഡയലോഗ് പഴയ പോലെ തന്നെ, വീട്ടിലിരുന്നാൽ വെറുതെ ഇരുന്ന പൈസ കിട്ടുന്ന ഒരു വാക്കള പോകും. ദയവ് ചെയ്ത് നിങ്ങൾ ഈ ബിസിനസ്സിൽ ആൾക്കാരെ കൊണ്ടുവരാൻ ആദ്യം ശ്രമിക്കരുത്. എന്ന് വെച്ചാൽ ആൾക്കാർ വേണ്ടാന്നല്ല, ആൾക്കാരില്ലാതെ ലോകത്തൊരു ബിസിനസ് നടക്കില്ല. ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഡ്രൈവർക്ക് പോലും ആൾക്കാരില്ലാതെ അദ്ദേഹം ഓട്ടോറിക്ഷക്കാരനായി ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഓട്ടോറിക്ഷ ഡ്രൈവറോട് പറയുമ്പോൾ നിങ്ങളെന്താ അവരെന്താ പറയാ? എനിക്ക് ഈ ബിസിനസ് ശരിയാവില്ല, ഇത് ആൾക്കാരെ പിടിക്കേണ്ടതാണ്. ഓട്ടോറിക്ഷ ഡ്രൈവറെ പറയുന്നത്
ഈ ബിസിനസ് എന്നെ കൊണ്ട് പറ്റില്ല, ആൾക്കാരെ പിടിക്കേണ്ടത്. ആ ഓട്ടോറിക്ഷ ഡ്രൈവർ രാവിലെ എഴുന്നേറ്റ് ദൈവത്തെ പ്രാർത്ഥിച്ച് ചായയും കുടിച്ച് വീട്ടിൽ ഇറങ്ങുന്ന എവിടത്തേക്ക് പോകുന്ന ആൾക്കാരെ പിടിക്കാനാണ്. അതിനകത്ത് ആൾക്കാർ കയറി ഇറങ്ങുമ്പോൾ കിട്ടുന്ന പൈസയാണ് അദ്ദേഹത്തിൻ്റെ വരുമാനം. അദ്ദേഹം പറഞ്ഞ ഡയലോഗാണ്, എനിക്ക് ഈ ബിസിനസ് ശരിയാവില്ല കേട്ടോ, ആൾക്കാരെ പിടിക്കേണ്ടത്. ഒരു ഡോക്ടറോട് ഈ ഓപ്പർച്യൂണിറ്റി പറഞ്ഞ ഡോക്ടറോട് എനിക്ക് ശരിയാവില്ല, ഇത് ആൾക്കാരോട് പറയണ്ടേ, ആൾക്കാരോട് പറയാണെങ്കിൽ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഡോക്ടർമാരുണ്ടോ രോഗികളില്ലാതെ ജീവിച്ച് കണ്ടിട്ടുണ്ടോ? ആൾക്കാരില്ലാതെ ബിസിനസ് നടക്കും. ഒരു ബസ് ഡ്രൈവറോട് ചോദിച്ചാൽ അദ്ദേഹം പറയും എനിക്ക് ശരിയാവില്ല, ഇത് ആൾക്കാരോട് പറയണ്ടേ. ഈ ചങ്ങായി റോഡിലുള്ള ആൾക്കാർ മൊത്തം പിടിച്ച് പതിനഞ്ച് ബസ് കയറ്റിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ ബാക്കിൽ വരേണ്ട ബസ്സിൻ്റെ ആൾക്കാരെയും പിടിച്ച് കയറ്റി ഇദ്ദേഹം പോകുന്നുണ്ടോ? ഇതും ആൾക്കാരെ പിടുത്തമല്ലേ? അവർക്കൊന്നും ഈ ബിസിനസ് പ്രശ്നമില്ലേ, നമ്മൾക്ക് മാത്രമാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആൾക്കാർ വേണം. ഒരു ഡോക്ടർ MBBS പഠിക്കുന്ന ഒരു ചങ്ങായി ഡോക്ടറാകാൻ വേണ്ടി പോവാണ്, ജോയിൻ ചെയ്തതേ ഉള്ളൂ. എന്തായാലും ഞാൻ ഡോക്ടറാകാൻ പോകണം. അപ്പം തന്നെ അപ്പുറത്തെ വീട്ടിൽ ഒരു രോഗിനെ കാണുമ്പോൾ അവിടെ പോയി ചികിത്സിക്കാൻ പോകും, ഓപ്പറേഷൻ ചെയ്യാൻ പോകുമോ പഠിക്കുന്നതിന് മുന്നേ. MBBS ചേർന്നതേ ഉള്ളൂ. തൊട്ടടുത്ത വീട്ടിൽ ഒരാൾക്ക് പനിയും ജലദോഷം വന്നാലും കിടക്കുക, വയ്യാതെ കിടക്കുക, നേരെ അവിടെ കൊണ്ടുപോയി ചികിത്സിപ്പിക്കുകയോ ചെയ്യാതെ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. നിങ്ങളെല്ലാവരും മുറി വൈദ്യനും പോലെ ആകെ മാറാതിരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുക. എന്താണ്, ഏത് ബിസിനസ്സിലാണ് നിങ്ങൾ വന്നിരിക്കണമെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനെന്താ വേണ്ടത്? ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുക, മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക. റെഗുലറായിട്ടുള്ള ഒരു 3 മാസം കണ്ടിന്യൂ എന്തൊക്കെ മീറ്റിങ്ങുകൾ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ ലീഡർമാർ ഷെയർ ചെയ്യുന്നുണ്ടോ അത് കണ്ടിന്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. രാവിലെ 6 മണിക്ക് ഒരു മീറ്റിംഗ്, രാവിലെ 6 മുതൽ 7 മണി വരെ CEP എന്ന് പറഞ്ഞ സെഷനാണ്, കണ്ടിന്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വിജയിക്കാൻ വേണ്ടിയുള്ള എഡ്യൂക്കേഷൻ തരുന്നൊരു ക്ലാസ്സാണ് ആ രാവിലെ നടക്കുന്നത്. ആ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുക. ഉച്ചയ്ക്ക് 2 മണിക്കും 5 മണിക്കുള്ളത് പുതിയ ആൾക്കാരെ കൊണ്ടുവരാനുള്ള സെഷൻ. അത് തൽക്കാലം നിങ്ങൾ മെനക്കെടേണ്ട, ആ സമയം ഉണ്ടെങ്കിൽ മാത്രം കയറിയാൽ മതി. വൈകുന്നേരം 9 മണിക്ക് അല്ലെങ്കിൽ 8:30 സെഷൻ ഉണ്ടാവും. 8:30 പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള സെഷൻ ആയിരിക്കും. 9 മണിക്ക് നമ്മൾ പുതിയ വ്യക്തികളെ കൊണ്ടുവരുന്ന സെഷൻ അല്ലെങ്കിൽ നമ്മൾ ഫാമിലി മീറ്റിംഗ് ആയിരിക്കും. ഇങ്ങനെയുള്ള ഓരോ മീറ്റിങ്ങും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുക. ഇത് കൂടാതെ നിങ്ങളുടെ വീട്ടിനടുത്തുകൾ ഫിസിക്കൽ മീറ്റിങ്ങുകളുണ്ട്. നമ്മുടെ നാട്ടിൽ ഓരോ ജില്ലകൾ വയസ്സായിട്ട് നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ 10 കിലോമീറ്ററോ 25 കിലോമീറ്ററോ 30 കിലോമീറ്റർ ദൂരമൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആ സെഷൻ നടക്കുന്നതോ. അത് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായി കാണാതിരിക്കുക. അവിടെ പോയി ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ശ്രമിക്കുക, പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ പറയും നിങ്ങളല്ലേ പറഞ്ഞ പുറത്തിറങ്ങേണ്ട, വീട്ടിലിരുന്ന് ചെയ്താൽ മതി എന്നില്ല. ഞാൻ കംപ്ലീറ്റും ഇത് വീട്ടിലിരുന്നുകൊണ്ടാണ് ചെയ്തത്, ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. എൻ്റെ ടീമിലെ ആൾക്കാർ കംപ്ലീറ്റും വീട്ടിലിരുന്നുകൊണ്ടാണ് ചെയ്തത്. പക്ഷേ അവർക്കെല്ലാം വരുമാനം കിട്ടാൻ തുടങ്ങിയപ്പോൾ അവർ ഇതുപോലത്തെ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. കാരണം കുറച്ചും കൂടെ സ്പീഡായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, നോളജ് വർദ്ധിക്കും. ഇത് ഒരു വണ്ടിക്കൂലി കൊടുക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ടും പ്രാരാബ്ധമായി കാണാതിരിക്കുക. നിങ്ങളുടെ വിദ്യാഭ്യാസം അറിവ് വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ നമുക്ക് CEP എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, വിന്നിംഗ് ടീമിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, പ്ലേ സ്റ്റോറിൽ പോയി കിട്ടും. ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പേയ്മെൻറ്റ് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഹിന്ദിയാണ് അതിനകത്ത് കൂടുതലും, മലയാളം കുറവാണ്. ഹിന്ദി അറിയാവുന്ന ആൾക്കാർക്ക് അത് ആപ്ലിക്കേഷൻ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ആയിരക്കണക്കിന് ലീഡർമാരുടെ വീഡിയോസ് കാണാൻ സാധിക്കും. 1,62 ലക്ഷം വരുമാനം വാങ്ങിക്കുന്ന, 75 ലക്ഷം വരുമാനം വാങ്ങിക്കുന്ന, 30 ലക്ഷം വരുമാനം വാങ്ങിക്കുന്ന, 8-10 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന കർഷകരും സാധാരണക്കാരൊക്കെ എങ്ങനെയാണ് അവർ വരുമാനം വാങ്ങിച്ചുള്ള ക്ലാസ്സുകളും ട്രെയിനിങ്സ് ഒക്കെ അതിനകത്ത് കിട്ടും. ഒരു ദിവസം അതിനകത്തുള്ള ഒരു വീഡിയോസെങ്കിലും അല്ലെങ്കിൽ ഒരു ഓഡിയോസെങ്കിലും കേൾക്കാൻ സാധിക്കുന്ന, വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ പോലും അത് പ്ലേ ചെയ്തുകൊണ്ട് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് പഠിക്കാൻ എളുപ്പം. അതുപോലെ പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡുള്ള ബുക്കുകൾ, നമുക്ക് ഒരുപാട് ബുക്സ് കിട്ടും. നല്ല നല്ല ബുക്ക് ഉണ്ടാവും, മാജിക് ഓഫ് തിങ്കിങ് ബുക്സും അങ്ങനെയുള്ള ഒരുപാട് ബുക്കുകൾ നമുക്ക് കിട്ടും. അബ്ദുൽ കലാമിനെ പോലെ പ്രശസ്തമായ വ്യക്തിയുടെ ബുക്കുകൾ കിട്ടും. അങ്ങനെയുള്ള ബുക്കുകളൊക്കെ വായിച്ച് ക്വസ്റ്റ്യൻസ് ആർ ആൻസർ എന്നൊരു ബുക്കൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ വായിക്കാൻ സാധിക്കും. അതുപോലെ റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്നൊക്കെ പുസ്തകമൊക്കെ കിട്ടും, അതൊക്കെ വായിക്കാൻ സാധിക്കും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ബിസിനസ് മൈൻഡിലേക്കുള്ള ഒരുപാട് അറിവുകളും കാര്യങ്ങളും പോസിറ്റീവായിട്ട് കുറേ കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മളെല്ലാവരും സമയമില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്ന ആൾക്കാർ, പക്ഷേ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ സമയം കണ്ടെത്തുന്ന ആൾക്കാർ. എത്ര ബിസി ആണെങ്കിൽ പോലും നമ്മുടെ വീട്ടിനടുത്തൊരു കല്യാണം ഉണ്ടെങ്കിൽ നമ്മൾ കല്യാണത്തിൽ പങ്കെടുക്കും, വീട്ടിനടുത്തൊരു അമ്പലത്തിൽ ഉത്സവം ഉണ്ടെങ്കിൽ അതിന് പങ്കെടുക്കും, പെരുന്നാളുണ്ടെങ്കിൽ പെരുന്നാളിന് പങ്കെടുക്കും, പള്ളിയിൽ പോകണമെങ്കിൽ പള്ളിയിലും പോകും. കൂട്ടുകാരൻ്റെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ പോയി കാണുമ്പോൾ ഒരു മരണം സംഭവിച്ചാൽ അവിടെ പോകുന്നുണ്ടാവും, മക്കൾക്ക് സ്കൂളിൽ എന്തെങ്കിലും പോകണമെങ്കിൽ അവിടെ പോകുന്നുണ്ടാവും, ഹോസ്പിറ്റൽ കേസും എല്ലാത്തിനും ഈ 24 മണിക്കൂറിനകത്ത് നമ്മൾ പോകാറുണ്ട്. പക്ഷേ ഈ ഒരു ബിസിനസ് പറയുന്ന സമയത്ത് എനിക്ക് സമയമില്ല, മക്കൾക്ക് എക്സാമാണ്, വീട്ടിലൊരാൾ ഹോസ്പിറ്റലിലാണ്, ഒരു കല്യാണമുണ്ട്, അളിയൻ്റെ കല്യാണമാണ്, അല്ലെങ്കിൽ പെങ്ങളുടെ കല്യാണമാണ്, ഇങ്ങനെയുള്ള എല്ലാ എക്സ്ക്യൂസസും നമ്മൾ പറയും. ഈ ബിസിനസ്സിൽ മാത്രം നമുക്ക് സമയം കിട്ടില്ല.
എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ ഈ പറഞ്ഞ അമ്പലത്തിൽ പെരുന്നാളിനോ പള്ളിക്കോ ഉത്സവത്തിന് പോയി കഴിഞ്ഞാലോ കല്യാണത്തിന് പോയി കഴിഞ്ഞാലോ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലോ നിങ്ങൾക്ക് നഷ്ടമല്ലാതെ ലാഭമൊന്നും വരാൻ പോകുന്നില്ല. ഇവിടെ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ലൈഫിലേക്ക് പാസീവ് ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ്സിൻ്റെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറയുമ്പോൾ സമയമില്ല. അവിടെ പോകുമ്പോൾ 10 കിലോമീറ്റർ ദൂരമാണ്, വണ്ടിക്കൂലി നഷ്ടമല്ലേ, 40 രൂപ വണ്ടിക്കൂലി നഷ്ടമല്ലേ, പോയാൽ ഒരു ചായ കുടിക്കേണ്ട ആ പൈസ നഷ്ടമല്ലേ, അവിടെ പോയാൽ ഭക്ഷണം കിട്ടുമെന്ന് ചോദിക്കുന്ന ആൾക്കാരാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് എന്താണ് നേടാൻ സാധിക്കുന്നത്. പാസീവ് ഇൻകം, ലൈഫ് ലോങ് ആരോഗ്യം ഉണ്ടാക്കാനാണ് നമ്മളെല്ലാവരും പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്താൻ ശ്രമിക്കുക. 24 മണിക്കൂറിൽ നിങ്ങൾ എവിടെ ആ സമയം പ്രയോറിറ്റി കൊടുക്കണം. എല്ലാവർക്കും 24 മണിക്കൂർ ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നല്ല വാല്യുബിൾ ആയിട്ടുള്ള ടൈമാക്കി മാറ്റാൻ ശ്രമിക്കുക. സമയം മാത്രമേ രണ്ടാമത് തിരിച്ച് കിട്ടാതെയുള്ളൂ. നമ്മുടെ വയസ്സുകൾ കൂടിക്കൊണ്ടിരിക്കും, പ്രായം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തിരിച്ച് ആ പ്രായം കിട്ടില്ല. അപ്പോൾ മാക്സിമം ഉള്ള സമയം കൊണ്ട് ഒരു 10 വർഷം ഇതിനൊരു ബിസിനസ്സായിട്ട് ഏറ്റെടുത്ത് ചെയ്യണം. എങ്കിൽ നിങ്ങളുടെ 3 ജനറേഷൻ സേഫാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സായി മാറും. നമ്മുടെ കമ്മിറ്റ്മെൻ്റാണ് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാനും റെഗുലറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനും. നിങ്ങൾ അപ്ലൈനായിട്ട് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് വെച്ചിട്ട് റെഗുലറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ നോളജ് വർദ്ധിക്കുന്നുണ്ടാവും. നോളജ് വർദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ആക്ഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. അടുത്തത് 100% പ്രൊഡക്റ്റ് യൂസ് ഒരു കമ്മിറ്റ്മെൻ്റാണ്. 100% പ്രൊഡക്റ്റ് യൂസ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനാണ്, ഷെയർ വിൽപ്പനക്കല്ല ഞാൻ പറഞ്ഞു. ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ ഇന്ന് 90% ആൾക്കാരും പല നെറ്റ്വർക്ക് കമ്പനിയിൽ പോയ ആൾക്കാരും മനസ്സിലാക്കാത്ത ബിസിനസ് എന്താണ് മനസ്സിലാക്കാത്തതാണ് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ചെയ്യുന്നത്. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളോട് സെയിൽ ചെയ്യാനല്ല പറയുന്നത്, കമ്പനിയാണ് ഡയറക്റ്റ് നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത്. ഇന്ന് മനസ്സിലാക്കാത്ത പല ലീഡർമാരും ജോയിൻ ചെയ്യും, ഐഡിയ എടുക്കും, ആരെങ്കിലും പിടിച്ച് ജോയിൻ ചെയ്യിപ്പിക്കും, അവരോട് കുറേ സാധനം ബൾക്കായിട്ട് ചാക്കിൽ വാങ്ങിക്കുന്നു, പ്രൊഡക്റ്റ് വിൽപ്പന ചെയ്യാൻ പറയും, പ്രൊഡക്റ്റ് നടന്ന് വിൽക്കാൻ പറയും. രോഗികൾ അന്വേഷിച്ച് നടക്കും, വെൽനസ് പ്രൊഡക്റ്റ് കൊടുക്കും, രോഗികൾക്കാണ് വെൽനസ് പ്രൊഡക്റ്റ് കൊടുക്കും. വെൽനസ് പ്രൊഡക്റ്റ് എന്താ അർത്ഥം? നമ്മൾ ഇൽനെസ് ലോകത്തെ എന്നുള്ള രോഗികളുടെ ലോകത്തല്ല, രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെൽനസ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. ഇന്ന് പല ആൾക്കാരും രോഗികൾ അന്വേഷിച്ച് നടക്കുവാണ് വെൽനസ് പ്രൊഡക്റ്റ് കൊടുക്കാൻ. അസുഖമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെൽനസ് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്യാം. പല ആൾക്കാരും ഷുഗറുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ നടക്കുന്നു, കൊളസ്ട്രോൾ ആൾക്കാരെ കണ്ടുപിടിക്കാൻ നടക്കുന്നു, വേറെ എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർ കണ്ടുപിടിക്കാൻ നടക്കുന്നു. അതിൽ നമ്മളെ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് പറയാൻ നടക്കുക. ഈ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ? നമുക്കൊന്നും അറിയത്തില്ല, ആരോ പറഞ്ഞു നല്ല പ്രൊഡക്റ്റ് ആണെന്നുള്ളത്, അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിച്ചോന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ പോയി പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ടോ? 100% ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് പറഞ്ഞാൽ എന്താണ്? ആൾക്കാരെ പിടിച്ച് ജോയിൻ ചെയ്യിപ്പിക്കലല്ല, ഒരു ലീഡേഴ്സിനെ ക്രിയേഷൻ ചെയ്യാന്നുള്ള ബിസിനസ്. നമ്മളൊരു ലീഡറായി മാറാം, അതിനുശേഷം നമ്മളെ കൂടെ വന്നിരിക്കുന്ന വ്യക്തിയെ ലീഡേഴ്സാക്കി മാറ്റാം. ബി എ ലീഡർ, ക്രിയേറ്റ് എ ലീഡർ. നമ്മളൊരു ലീഡറായി മാറുക, ലീഡേഴ്സിനെ ക്രിയേഷൻ ചെയ്യാം. അതിനു മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് 100% പ്രൊഡക്റ്റ് യൂസറായി മാറുക. നമ്മുടെ വീട്ടിൽ 100% പ്രൊഡക്റ്റ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധനം, ഒരു പേസ്റ്റ് വാങ്ങിച്ച് ഞെക്കിപ്പിഴിഞ്ഞ് 100% യൂസ് ചെയ്യാനെല്ലാം പറഞ്ഞ് വെസ്റ്റീജ് കമ്പനിയിൽ 450-ൽ പരം പ്രൊഡക്റ്റുണ്ട്. ഈ 450-ൽ പരം പ്രൊഡക്റ്റ് എന്തൊക്കെയാണ് നിങ്ങൾ പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്? നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന സാധനങ്ങൾ 100% വെസ്റ്റീജിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക. നിർബന്ധമല്ല, നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഏത് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും അത് വെസ്റ്റീജിലുണ്ടെങ്കിൽ വെസ്റ്റീജിൽ നിന്ന് ഉപയോഗിക്കുന്ന 100% പ്രൊഡക്റ്റ് യൂസറായി മാറുക. അത് നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റാണ്. നിങ്ങൾ പല്ല് തേക്കുന്ന വ്യക്തിയാണെങ്കിൽ കോൾഗേറ്റും ക്ലോസപ്പും വാങ്ങിക്കാതിരിക്കുക, സെൻസോറിയും വാങ്ങിക്കാതിരിക്കുക, ഡാബർ വാങ്ങിക്കാതിരിക്കുക. നിങ്ങളുടെ വീട്ടിൽ വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കണം. വെസ്റ്റീജിൻ്റെ 3 തരം പേസ്റ്റ് ഉണ്ട്. ഏതെങ്കിലും ഒരു പേസ്റ്റ് നിങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തി മാറാം. കുളിക്കുന്ന വ്യക്തികൾ എല്ലാവരും വീട്ടിൽ കുളിക്കുന്ന ആൾക്കാരാണ്. ഒരു 3-4 സോപ്പൊക്കെ ഒരു മാസം ഒരു വീട്ടിലേക്ക് ആവശ്യമുണ്ടാവും. ആ സോപ്പ് വെസ്റ്റീജിൻ്റെ 4-5 തരം സോപ്പുണ്ട്. 50 രൂപ മുതൽ മേലോട്ടുള്ള സോപ്പുണ്ട്. നിങ്ങളുടെ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു സോപ്പ് നമ്മളെ ഈ സോപ്പിൻ്റെ അടുത്ത് എത്തിക്കാൻ പറ്റില്ല. അത്രക്കും ബെസ്റ്റ് ക്വാളിറ്റിയാണ്. TFM 76 മേലുള്ള സോപ്പാണ്. കുക്കിംഗ് ഓയിൽ വെളിച്ചെണ്ണയെക്കാളും നല്ല കുക്കിംഗ് ഓയിൽ തവിടെണ്ണ, omega-3 അടങ്ങിയിരിക്കുന്ന തവിടെണ്ണ, കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന തവിടെണ്ണ, ഒരു അസുഖങ്ങൾ വേറെ വരാതിരിക്കാൻ പറ്റുന്ന തവിടെണ്ണയാണ്. ഒരു 100% നിങ്ങൾ ഒരു പ്രാവശ്യം തവിടെണ്ണ വാങ്ങിച്ചു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ നിങ്ങൾ വീട്ടിലേക്ക് കയറ്റില്ല. എന്താണ് വെളിച്ചെണ്ണ ഡേഞ്ചറസ് അറിയോ? വെളിച്ചെണ്ണ അധികം തിളച്ച് കഴിഞ്ഞാൽ ക്യാൻസർ വരെ വരും. എന്തുകൊണ്ടാണ് മലയാളികൾക്ക് ക്യാൻസർ കൂടുന്നത്? നിങ്ങൾ പുറത്ത് ബോംബെയിലോ ബാംഗ്ലൂരിലോ ആൾക്കാർ ക്യാൻസറിൻ്റെ അസുഖം പറഞ്ഞാൽ കൂടുതൽ കേട്ടിട്ടുണ്ടോ?
ആരെങ്കിലും ചോദിച്ചു നോക്കി, നിങ്ങൾ പരിചയക്കാരും ബാംഗ്ലൂരും മറ്റുള്ള സംസ്ഥാനത്ത് കണ്ടിട്ടുണ്ട്. ക്യാൻസറിൻ്റെ അസുഖം അവിടെ പോലും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ക്യാൻസറിൻ്റെ അസുഖം വരുന്നത്. എന്തുകൊണ്ടാണ്? ഈ വെളിച്ചെണ്ണ തിളപ്പിച്ച് 10 പ്രാവശ്യം തിളപ്പിച്ച് പിന്നെ പപ്പടം കാച്ചി വെളിച്ചെണ്ണ വീണ്ടും എടുത്ത് വറുത്തരാൻ നിൽക്കും, കടുക് വറുത്തരാൻ പോകാൻ. വെളിച്ചെണ്ണ ഒരു പ്രാവശ്യം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പാടില്ല, ഡേഞ്ചറാണ്. തവിടെണ്ണ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ തിളപ്പിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ 100% നാച്ചുറൽ ആയിട്ടുള്ള തവിടെണ്ണ വെസ്റ്റേജിൽ അവൈലബിൾ ആണ്. ഇവിടെ അങ്ങനെ മലയാളി ചിന്തിക്കുന്നത് എവിടെയാണ് ഇത്രയും തവിട് കിട്ടാൻ പോകുന്നത് അല്ലേ? ഏറ്റവും കൂടുതൽ മലയാളം നിങ്ങൾ തവിടെണ്ണയെ കുറിച്ച് ആരെങ്കിലും പറയുമ്പോൾ അവർ പറയുന്ന ഒറ്റ കാര്യമുണ്ട്, അതിന് മാത്രം തവിട് എവിടെ ഉള്ളത്. നിങ്ങൾ ബോംബെ ചെന്നിട്ട് കോക്കനട്ട് ഓയിലിൻ്റെ കാര്യം പറയുമ്പോൾ അവിടുത്തെ മഹാരാഷ്ട്രക്കാർ ചോദിക്കുകയാണ്, അതിനെവിടെ തേങ്ങ, നമ്മുടെ നാട്ടിൽ നിന്ന് തെങ്ങ് പോലും എവിടെ നിന്ന് ഇത്രയും കോക്കനട്ട് ഓയിൽ, ഇതെല്ലാം കംപ്ലീറ്റ് വിഷമാണ്, കെമിക്കലാണെന്ന് പറയും. ബോംബെക്കാരും മറ്റുള്ള പൂനെക്കാരും പറയുന്നത് നമ്മുടെ നാട്ടിലാകെ ഞാൻ ഒരു തെങ്ങ് 2 തെങ്ങ് ആകെ കണ്ടിട്ട് ഈ 2 തെങ്ങിനകത്ത് എവിടെ നിന്ന് ഇത്രയും തേങ്ങ കിട്ടുമോ, ഇത്രയും വെളിച്ചെണ്ണ എവിടെ നിന്ന് വരുന്നത് അവർ പറയും. അതൊരു മലയാളിയോട് പറഞ്ഞ് മലയാളിക്ക് ദേഷ്യം വരുമോ? കാരണം നമ്മുടെ നാട്ടിൽ മൊത്തം തെങ്ങാണ്. നമുക്കറിയാം കേരള വൃക്ഷത്തിൻ്റെ നാടാണ് കേരളം. അതുകൊണ്ട് തെങ്ങ് ഇഷ്ടമായിട്ടുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല, വെളിച്ചെണ്ണയ്ക്ക് പഞ്ഞമില്ലാത്ത നാടാണ് നമ്മുടെ കേരളം. ഇന്ന് വെളിച്ചെണ്ണയുടെ വിലയത്തിലാണ് സ്വർണത്തിനേക്കാളും കൂടുതലാണ് വില അല്ലേ? സ്വർണത്തിനേക്കാളും വില കൂടുതലാണ് വെളിച്ചെണ്ണയുടെ വില. നമ്മുടെ സ്വന്തം നാട്ടിൽ കേരളത്തിൽ വിഷമടങ്ങിയ വെളിച്ചെണ്ണ വാങ്ങിക്കുന്ന നാടാണ് നമ്മുടെ നാട്. നമ്മൾ ചോദിക്കുന്നത് എവിടെ നിന്ന് എത്രയും തവിടെണ്ണ കിട്ടുന്നത്? ആന്ധ്രാപ്രദേശിൽ നമുക്കറിയാം അരി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശും പഞ്ചാബും പല സംസ്ഥാനങ്ങളും. അവിടെ തവിടിന് യാതൊരു കുറവില്ല സുഹൃത്തുക്കൾ. അവർക്ക് തവിടെണ്ണാണെങ്കിൽ ഒരു വിഷമമില്ല, അവർക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നമുക്ക് മാത്രമേ ഇത് കേൾക്കുമ്പോൾ നെഗറ്റീവായി തോന്നുന്നു. എവിടെ നിന്ന് എത്രയും തവിട് കിട്ടുന്നത്? നല്ല തവിടെണ്ണ കിട്ടാനുണ്ട്. വെസ്റ്റേജിൽ 100% നാച്ചുറൽ ആയിട്ടുള്ള WHO അംഗീകരിച്ച തവിടെണ്ണ. അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാവും. അപ്പോൾ പറയും നമ്മുടെ മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റിൽ പല കമ്പനികൾ പണ്ട് തവിടെണ്ണ 130 രൂപയൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങിച്ച് ഉപയോഗിച്ച വ്യക്തികൾ ഇപ്പം തവിടെണ്ണ എന്ന് പറയുമ്പോൾ മറ്റേ നമ്മുടെ തെരുവ് നായനെ കാണുന്നവർ ഓടുകയാണ്. അങ്ങനത്തെ ടേസ്റ്റായിരുന്നു അതിനുണ്ടായിരുന്നത്. അങ്ങനത്തെ തവിടെണ്ണയല്ല ഞാൻ പറഞ്ഞ് 100% നാച്ചുറൽ ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള വെളിച്ചെണ്ണയെക്കാളും ടേസ്റ്റുള്ള തവിടെണ്ണ, ഒരൊറ്റ ഉപയോഗത്തിലുള്ള കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള തവിടെണ്ണ. നിങ്ങൾ പിന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കില്ല, മലയാളിയാന്ന് പറഞ്ഞിട്ട് കാര്യം വെളിച്ചെണ്ണ വീട്ടിലേക്ക് കയറ്റില്ല. ശ്രദ്ധിക്കുക, ഏത് പ്രോഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാലും നിങ്ങൾ നാളെ മുതൽ അതിൻ്റെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റെഗുലർ കസ്റ്റമറായി മാറും. 100% പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന വ്യക്തികളായി മാറുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഓർഗനൈസേഷനിൽ വരുന്ന എല്ലാവരോടും പറഞ്ഞത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം 50 രൂപയുടെ സോപ്പ് ഒരു പേസ്റ്റ് വാങ്ങിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കുഴപ്പമില്ല. നല്ല പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ബിസിനസ് വേണ്ടാന്ന് വെക്കില്ല. അല്ല 50 രൂപയുടെ സോപ്പ് വാങ്ങിച്ച് 72 രൂപയുടെ പേസ്റ്റ് വാങ്ങിച്ചാൽ എനിക്ക് നാട്ടിൽ 15 രൂപയുടെ പേസ്റ്റ് കിട്ടുള്ളൂ, അത് വാങ്ങിച്ചാൽ പോലെ വീട്ടിൻ്റെ മുറ്റത്ത് കടയുണ്ടല്ലോ അവിടെ പോയി വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരോട് പറയാം, ആ കടയിൽ നിന്ന് നിങ്ങൾ പേസ്റ്റും സോപ്പും വാങ്ങിച്ചാൽ എത്ര വരുമാനം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ കൊറോണ വന്ന് പ്രളയം വന്ന സമയത്ത് ആ കോൾഗേറ്റ് കമ്പനിക്കാർ എത്ര പേസ്റ്റിംഗ് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്? ഇല്ലല്ലോ. അപ്പോൾ ആ കടയിൽ നിന്ന് വാങ്ങിക്കണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് പാസീവ് ഇൻകം വേണം? അവരെന്നാലും പറയും എനിക്ക് തൊട്ടടുത്തുള്ള കടയിൽ നിന്ന് എപ്പോൾ പേസ്റ്റ് തീരുമ്പോൾ പോയി വാങ്ങിച്ചാൽ മതിയല്ലോ. അങ്ങനെയുള്ള ആൾക്കാർ പറയാം, നിങ്ങൾ അവിടെ നിന്ന് ആ 15 രൂപയുടെ പേസ്റ്റ് വാങ്ങിച്ച് പല്ല് തേച്ചോളൂ, 10 രൂപയുടെ സോപ്പ് ഇടുമെങ്കിൽ അത് വാങ്ങിച്ച് കുളിച്ചോളൂ. നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയാൻ സാധിക്കണം. നിങ്ങൾ കേൾക്കുന്ന ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അങ്ങനെയുള്ള വാക്കായിരിക്കും. 10 രൂപയുടെ പേസ്റ്റ് ഇത്ര ഒരു വിരലിൻ്റെ അത്ര ഉണ്ടാവില്ല, കുഞ്ഞ് വിരലിൻ്റെ അത്ര ഉണ്ടാവും 10 രൂപയുടെ പേസ്റ്റ്. 2 പ്രാവശ്യം ഞെക്കുമ്പോൾ അത് തീരും. പിന്നെ വീണ്ടും 10 രൂപ കൊടുത്ത് വാങ്ങിക്കണം. ഒരു മാസം എന്തെങ്കിലും 5 എണ്ണം വാങ്ങിക്കേണ്ടി വരും. അതേ പൈസ കൊടുത്ത് നമുക്ക് നമ്മുടെ വെസ്റ്റേജിൽ 72 പേസ്റ്റ് വാങ്ങിച്ചാൽ 1.5 മാസം ഉപയോഗിക്കാം. പല്ല് വേദന ഉണ്ടാവില്ല, പള്ളിപ്പുളിപ്പുണ്ടാവില്ല, മോണ കുഴപ്പമുണ്ടാവില്ല, പല്ല് തേക്കുമ്പോൾ ബ്ലഡ് വരില്ല. ഡോക്ടർമാർ റെഫർ ചെയ്യുന്ന 240 രൂപയുടെ സെൻസുലിൻ്റെ പേസ്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പൈസ പോയി എന്നല്ലാതെ വേറെ ഗുണം നേരത്തെ കാണാൻ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പൈസയുള്ള വലിയ പണക്കാർ പറയും ഞാൻ സെൻസുലിനെ ഉപയോഗിക്കുള്ളൂ. അതൊരു ഗമയാണ്. കാരണം 240 രൂപ വീട്ടിൽ ആനയുണ്ട് പറഞ്ഞ പോലെയാണ്. സെൻസുലിൻ ഉപയോഗിക്കാൻ പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ആനയുണ്ടെന്ന് പറഞ്ഞ ആ ടൈപ്പാണ് ഇന്ന് പല ആൾക്കാരും കാണുന്നത്. ഞാൻ കോൾഗേറ്റൊന്നും ഉപയോഗിക്കില്ല, സെൻസുലിനെ ഉപയോഗിക്കുള്ളൂ. കാരണം ഡോക്ടർമാരല്ലേ റെഫർ ചെയ്യുന്നത്. അതുകൊണ്ട് 240 രൂപ പോയാലും കുഴപ്പമില്ല, അതേ ഉപയോഗിക്കുള്ളൂ. ഞാനിവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനോട് ഞാൻ കമ്പനിയുടെ പേസ്റ്റിനെ കുറിച്ച് ക്വാളിറ്റിയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വേറെ പേസ്റ്റ് പറ്റില്ല, സെൻസുലിനെ പറ്റുന്നത്. ഞാൻ അതെന്ത് അങ്ങനെ? അത് നല്ല പേസ്റ്റ് അല്ലേ, ഞാൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് പല്ലുവേദനക്ക് എന്ന് വെച്ചാൽ നീ എത്ര ദിവസം പല്ലുവേദന എടുത്ത് ലീവ് എടുത്തിട്ടുണ്ട് ചോദിച്ചു. അപ്പോൾ പിന്നെ വേണ്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഞാൻ തന്നൊരു പേസ്റ്റ് ഒരു ദിവസം ഉപയോഗിച്ച് നോക്കൂ, നീ ഉപയോഗിക്കുന്ന സെൻസുലിനെക്കാളും നല്ലതാന്ന് നോക്കും, പൈസ ഒന്നും വേണ്ട, നീ ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞു. ആ ഫാമിലി ഇപ്പം വർഷങ്ങളായിട്ടും ഈ പേസ്റ്റ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. സെൻസുലിൻ അവർ വീട്ടിലേക്ക് കയറ്റിയിട്ടതിന് ശേഷം. അപ്പോൾ അത്രയ്ക്കും ബെസ്റ്റ്, സെൻസുലിനേക്കാളും ബെസ്റ്റ് ഒരു 10 ഇരട്ടിയോളം ക്വാളിറ്റിയുള്ള പേസ്റ്റ് 72 രൂപക്ക് വെസ്റ്റേജിൽ നിന്ന് കമ്പനിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 100% പ്രൊഡക്റ്റ് യൂസറായി മാറാൻ ശ്രമിക്കുക.
എല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ചും അറിയാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ദയവ് ചെയ്ത് ആരെയും നിർബന്ധിച്ച് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. ദയവ് ചെയ്ത് ആരെയും നിർബന്ധിച്ച് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കണക്ട് ആക്കാതിരിക്കാൻ ശ്രമിക്കുക. ആരും നിർബന്ധിച്ച് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ഒരു പ്രയോജനമില്ല. ഒരു വരുമാനം ആവശ്യമുണ്ട്. ഇതിലൂടെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ബിസിനസ്സിൽ വന്നിട്ട് കാര്യമുള്ളൂ. നിങ്ങൾ ഒരാളെ പിടിച്ച് നിർബന്ധിച്ച് പല ആൾക്കാരും കാണും, സാറേ ഈ വ്യക്തിനെ ഒന്ന് ആ ഗ്രൂപ്പിൽ ഇടാക്കാവോ? എന്തിനാ? അതിനകത്തുള്ള മെസ്സേജ് കാണുമ്പോൾ ചാർജ് ആയിട്ട് ജോയിൻ ചെയ്തെങ്കിലും നോക്കാൻ വേണ്ടിയിട്ടാണോ? എവിടെ ചാർജ് ആക്കിയത്? മൊബൈൽ ബാറ്ററി ചാർജ് ചെയ്യുന്ന പോലെയാണോ ചാർജായി വരാൻ വേണ്ടി? ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അദ്ദേഹത്തിന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി തേടി നടക്കുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വേണോ? നിനക്ക് സമയമുണ്ടെങ്കിൽ 1 മണിക്കൂർ മാറ്റി പോകും. അപ്പോൾ ആ പറയുന്ന വ്യക്തി എന്ന് പറയും, എനിക്ക് സമയമില്ല, നീ ഒരു വോയിസ് ആയിട്ട് പറഞ്ഞേക്കും. നീ ചെയ്യുന്ന വ്യക്തിയല്ലേ, എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയാതെ നീ ചെയ്യലുള്ളൂ. എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ കഴിഞ്ഞ മാസം തുടങ്ങിയതുള്ളൂ, എനിക്കിതിനെക്കുറിച്ച് പറഞ്ഞാലും അറിയത്തില്ല. അപ്പോൾ പറയും, നിനക്ക് എന്തെങ്കിലും വരുമാനം കിട്ടിയ ശേഷം ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറയും, അപ്പം എനിക്ക് നിന്നോട് പറയാൻ സമയമില്ല എന്ന് പറഞ്ഞാൽ, നിനക്ക് ഇപ്പോൾ ചെയ്യണമെങ്കിൽ വന്നാൽ ഇല്ല, വിട്ടിട്ട് പോകാൻ തന്നെ ഓട്ടോമാറ്റിക് അവർ നിങ്ങൾ അന്വേഷിച്ച് വരും. ഇന്ന് നമ്മളെന്താണ് ഒരാളെ ചേർക്കാൻ വേണ്ടി നടക്കുകയാണ്. ആൾക്കാരെ ചേർക്കുന്ന ബിസിനസ് ഇല്ല. ആൾക്കാരെ പിടിച്ച് ചേർത്തുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഒരു ഗുണമില്ലാതെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാതെ മൊബൈലിൽ മെസ്സേജ് റിപ്ലൈ നോക്കാതെ വ്യക്തിയെ കിട്ടി ജോയിൻ ചെയ്യിപ്പിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ? ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത്, എന്തെങ്കിലും ചെയ്യാൻ തയ്യാറായാൽ, കമ്മിറ്റഡ് ആയി നമ്മൾ കൂടെ നിൽക്കാൻ തയ്യാറാവുന്നത്, നിങ്ങളുടെ മെസ്സേജ് കണ്ടാൽ റിപ്ലൈ തരുന്ന വ്യക്തിക്ക് മാത്രമേ ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കൂ, വിജയിക്കാൻ സാധിക്കൂ. അടുത്തത് ഞാൻ ഈ പറഞ്ഞ മേക്ക് എ ലിസ്റ്റാണ്. ഞാനിപ്പം പറഞ്ഞ ഈ ബിസിനസ് ആവശ്യമുള്ള ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ടാക്കുക. ഇപ്പം മിനി നവീനാണ് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ആദ്യം ഈ ബിസിനസ് വന്ന സമയത്ത് അറിയാവുന്ന എല്ലാവരും വിളിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും നോ പറഞ്ഞ് റിജക്ഷൻ പറഞ്ഞപ്പോൾ ഡൗൺ ആയി. പിന്നെ കുറേ കാലത്തേക്ക് ഒന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രൊഡക്റ്റ് ഉപയോഗിക്കും, റിസൾട്ട് കാണും, വീണ്ടും ചെയ്യാൻ തോന്നും, ഇതിലേക്ക് കയറി വരും, പിന്നെ വീണ്ടും ആരോടും പറയും, അങ്ങ് പോകുന്നുണ്ടോ. ഈ ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾ ഈ ബിസിനസ്സിനെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കുക. ആ സമയത്ത് നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. ഈ ചങ്ങായിക്ക് ചിലപ്പോൾ ഈ ബിസിനസ് ആവശ്യം വരും. കാരണം എന്നും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ പറയുന്നത് ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ലേഡീസൊക്കെ പ്രത്യേകത, നിങ്ങൾ ഒന്നിച്ച് പഠിച്ച പെൺകുട്ടികളൊക്കെ നിങ്ങൾ വാട്സാപ്പിലൊക്കെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഹൗസ് വൈഫായിരിക്കും, വീട്ടിൽ വെറുതെ ഇരിക്കും, ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നുണ്ട്. ചിലപ്പോൾ ആ ഒരു തുച്ഛമായ ശമ്പളത്തിലായിരിക്കും അവർ ജീവിച്ച് പോകുന്നുണ്ടാവുക. ഒരിക്കലും ആ പെൺകുട്ടി നിങ്ങളുടെ ഫ്രണ്ട്സ് ഒന്നും പറയത്തില്ല സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, കടങ്ങളാണ്, പ്രാരാബ്ധമാണ്, ഒരിക്കലും അവർ പറയത്തില്ല. കാരണം ഒരിക്കലും നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ട് അവർ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടില്ല. നിങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ പറയും, എൻ്റെ വീട്ടിലും ഫ്രിഡ്ജിന് 2 ഡോറാന്ന് പറയും. കുറച്ചും കൂടെ വലിപ്പം കൂടുതലാണ്, ഇതിനെ കുറച്ച് വീതി കൂടുതലുണ്ട്. അല്ലെങ്കിൽ ടി വി ഇന്ന ബ്രാൻഡാണ്, ഇത്ര പൈസയാണ്, സാരി ഞാൻ ഇത്ര രൂപ വാങ്ങിച്ചത്, മക്കളെ പഠിക്കുന്ന നല്ല പഠിക്കുന്ന മക്കളാണ്, അവിടെ ട്യൂഷൻ അയക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. ആ ട്യൂഷൻ കൊടുക്കുന്ന ഫീസ് കടം വാങ്ങിച്ചാൽ കൊടുക്കുന്നത് മാത്രം പറയത്തില്ല. എന്നാൽ ഇതൊരു സ്വാഭാവികമായിട്ട് ടോക്കിംഗ് ഉള്ള സ്ഥലമാണ്. നിങ്ങൾക്കൊരു വ്യക്തിക്ക് ബിസിനസ് ആവശ്യമുണ്ടെന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കുക, നീ നല്ല അടിപൊളി വീടൊക്കെ ആക്കി, നല്ല വാഹനമൊക്കെ ഉണ്ടല്ലോ, സൂപ്പർ, നല്ല സെറ്റപ്പായി തോന്നില്ലേ, നല്ല ജോലിയൊക്കെ ആയി തോന്നില്ലേ. അന്നേരമാണ് അവർ പറയുക, എവിടെ വീടൊക്കെ ലോണം, കാറും ലോണം, അതിപ്പോൾ അടക്കാൻ പറ്റാത്ത സ്ട്രഗിളിലാവുള്ളൂ, മക്കളെ ഫീസ് അടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട്. ആ സമയത്താണ് സത്യസന്ധമായിട്ട് അവർ ബുദ്ധിമുട്ട് പറയും. തിരിച്ചവർ ചോദിച്ചിരിക്കും, നീയൊക്കെ ഓക്കെ എന്ന് തോന്നില്ല. ഞാൻ ഇങ്ങനെ തന്നെ ആയിരുന്നു പണ്ട്, ഇപ്പം ഞാൻ ഹസ്ബൻഡ് ജോലിക്ക് പോയി, ഞാൻ പാർട്ട് ടൈമായിട്ട് വീട്ടിൽ നിന്നൊരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഓക്കെ ആയിരുന്നു. അപ്പോൾ അവരോട് പറയരുത്, നീ ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആഗ്രഹമുണ്ട്, ഒന്നും ചോദിക്കണ്ട, അവിടെ സ്റ്റോപ്പ് ചെയ്തേക്കും, ഫുൾ സ്റ്റോപ്പ് ഇട്ടേക്ക്. അപ്പോൾ അവരെ ആകാംക്ഷയോടെ വീണ്ടും വരും, നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് അവർ ഓട്ടോമാറ്റിക് നിങ്ങളുടെ അന്വേഷിച്ച് വരുന്നുണ്ടാവും. അവരോട് പറയാം, നിനക്കൊരു മാറ്റം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഒരു വരുമാനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ചെയ്യുന്ന ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി നോക്കും, നീയും കൂടെ ഒന്ന് കേട്ട് നോക്കും, നിനക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ എന്തെങ്കിലും തീരുമാനം എടുത്തു. കാരണം ഞാൻ കുറച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, ആർക്കും പൈസ കൊടുക്കണ്ട. ഞാൻ ഒരുപാട് നെറ്റ്വർക്ക് കമ്പനിക്ക് ചെയ്ത് പരാജയപ്പെട്ട വ്യക്തിയാണ്. അവിടെ ഒരുപാട് പൈസ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ 5 പൈസ വേണ്ട, ഒരാളെയും ബുദ്ധിമുട്ടിക്കേണ്ട, എനിക്ക് ബിസിനസ് വളരെ ഇഷ്ടമായി, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് വേണമെങ്കിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹമുണ്ട്, ജസ്റ്റ് ഒന്ന് കേട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ആകാംക്ഷയോടെ കൂടെ വരുന്നുണ്ടാവും. ഇങ്ങനെയുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് നമ്മൾ എഴുതി വെക്കുക. ഒരാളെ ഒഴിവാക്കാതിരിക്കുക, അവരുടെ ലിസ്റ്റ് എഴുതി വെക്കുക. അതിന് പ്രയോറിറ്റി ചെയ്യേണ്ട ആൾക്കാർ ഞാൻ ഇങ്ങനത്തെ ഈ പറഞ്ഞ ആൾക്കാർ, അവരുടെ ലിസ്റ്റ് എഴുതി വെച്ച് ബിസിനസ് ആവശ്യമുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബക്കാരും ചങ്ങായിമാരും ഒഴിവാക്കിയിട്ട് അവരെ പിന്നീട് എപ്പോഴെങ്കിലും ഏടാക്കി നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വരുമാനം കിട്ടുമ്പോൾ മാത്രം വരാൻ നിൽക്കുന്ന കുറേ ചങ്ങായിമാരാണ്. എന്തിയാൽ നിങ്ങൾക്ക് വരുമാനം കിട്ടില്ലെന്ന് അവർക്കറിയാം. നിങ്ങൾക്കത് വിജയിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചങ്ങായിമാരും ബന്ധക്കാരായിരിക്കും. നിങ്ങൾ ഒരിക്കലും വിജയിക്കില്ലെന്ന് പ്രാർത്ഥിക്കുക. നിങ്ങൾ അഥവാ രക്ഷപ്പെട്ടു പോയാൽ ടെൻഷൻ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. അവരെ ഉൾപ്പെടുത്താതിരിക്കാൻ ആദ്യം ശ്രമിക്കുക, അവരോട് പറയാതിരിക്കാൻ ആദ്യം ശ്രമിക്കുക. നിങ്ങൾക്ക് ബിസിനസ് വിജയിക്കണമെങ്കിൽ നല്ല ചങ്ക് ഫ്രണ്ട്സിനോടും നല്ല അത്രയും ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സിനോടും ഈ ബിസിനസ് കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക, നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ മാത്രം. അല്ല എത്രയും പെട്ടെന്ന് നാളെ തന്നെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആദ്യം തന്നെ അവരോട് പോയി പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് നാളെ വൈകുന്നേരം ബിസിനസ് വേണ്ടെന്ന് പറയാൻ പറ്റും. അവർ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു.
അറിയാൻ പറ്റും. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടോ? സ്വന്തം ചങ്ങായിമാർക്കും സ്വന്തം നല്ല ക്ലോസ് റിലേറ്റീവ്സിന് മാത്രമേ നമ്മളെ വിജയം ഇഷ്ടപ്പെടാനുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് നല്ല ആൾക്കാരുടെ ഒരു ബിസിനസ് ആവശ്യമുള്ള കുറച്ച് ആൾക്കാർ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക. ആ ലിസ്റ്റിലുള്ള ആൾക്കാരെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് ഒരു ഓപ്പർച്യൂണിറ്റി, ഞാൻ ഈ പറഞ്ഞ മോഡലിലേക്ക് അവർ ഇൻവൈറ്റ് ചെയ്യുക, അവർ ഇതുമായിട്ട് കണക്ട് ചെയ്യും. ഇൻവൈറ്റ് ആൻഡ് കോൺടാക്ട്. അവർ ഇപ്പം നമ്മൾക്കിപ്പോൾ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലിസ്റ്റിൽ ആ വ്യക്തിനെ കോൺടാക്ട് ചെയ്യുക, നിങ്ങൾക്ക് കോൾ ചെയ്തിട്ട് കോൺടാക്ട് ചെയ്യുക, അവർ അപ്പോയിൻമെൻറ്റ് എടുത്തുകൊണ്ട് അവരെ നേരിട്ട് പോയി കാണാൻ, അല്ലെങ്കിൽ പ്ലാൻ കാണിക്കാൻ, അല്ലെങ്കിൽ സൂമിലേക്ക് വരാൻ. ഞങ്ങളെല്ലാം സൂം മീറ്റിംഗ് ചെയ്യുന്നെങ്കിൽ ബാക്കി എല്ലാവരും ഓൺലൈൻ വഴിയാണ് ചെയ്യുന്നത്. അല്ല, ഈ ഫിസിക്കലായിട്ട് നമ്മുടെ നാടുകളിൽ പോയി വീടുകളിൽ പോയി, ഇപ്പോൾ കാസർഗോഡുള്ള ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കോട് നിന്ന് നേരെ ട്രെയിൻ കയറി കാസർഗോഡ് ഇറങ്ങി ആ വ്യക്തി അവിടെ പോയി കാണുന്നു, കംപ്ലീറ്റ് സംസാരിക്കുന്നു, ചായ എല്ലാം കുടിക്കുന്നു, ചങ്ങായിമാറാകുമ്പോൾ ഭക്ഷണം കഴിച്ച് ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുമ്പോൾ അവർ ലാസ്റ്റ് പറയും, ഞാൻ ഫിജി കാർഡിൽ കൊണ്ട് പൈസ കളഞ്ഞു, ഹൈറിച്ച് കൊണ്ട് പൈസ കളഞ്ഞു, മൈ ലൈഫിൽ കൊണ്ട് പൈസ കളഞ്ഞു, അതിൽ കൊണ്ട് പൈസ കളഞ്ഞു, അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് സമ്മതിക്കില്ല, എൻ്റെ കൂട്ടുകാർ അതിൽ പോയി കുറേ പൈസ കളഞ്ഞു. ഇങ്ങനെയുള്ള ഡയലോഗ് കേൾക്കും, നോ പറയും. നിങ്ങൾ തിരിച്ച് അതേപോലെ നിങ്ങൾ കോഴിക്കോട് ഒരു വണ്ടിക്കൂലി നഷ്ടം, സമയം നഷ്ടം, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും. ഞാൻ ഈ 4 വർഷമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഓൺലൈനിലൂടെ സൂമിലൂടെ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്ന ആളാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? നമ്മൾ ഫിസിക്കലായിട്ട് ഞാനിപ്പോൾ ഷാഹുലിനെ കാണാൻ പോകണം, ഷാഹുലിനോട് ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യണം, ഷാഹുലിൻ്റെ മുഖം കണ്ടാൽ എനിക്കറിയാം ഈ ബിസിനസ് വേണ്ടെന്ന് അറിയാം. എനിക്ക് ഇറങ്ങി വരാനും പറ്റില്ല, പകുതിക്ക് നിർത്തി പോകാനും പറ്റില്ല, അദ്ദേഹം നോ പറയുന്ന ഒരാൾ ഇരിക്കേണ്ടി വരും, എന്നിട്ട് ഇറങ്ങി പോകേണ്ടി വരും, നഷ്ടമായിരിക്കും. ഇപ്പോൾ സൂം മീറ്റിങ്ങിൽ ഞങ്ങൾ ഒരു വ്യക്തി ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടെങ്കിൽ അവർ പകുതിക്ക് നിന്ന് ഇറങ്ങി ലെഫ്റ്റ് ആയി പോയിക്കോളും. ലെഫ്റ്റ് ആവാതെ ഒരു 10 പേർ അവിടെ ഉണ്ടാവും. ആ 10 പേർക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്താൽ മതി. അവരെ മുഖം കാണേണ്ട, വിഷമം കാണേണ്ട, നമുക്കൊരു പരാതിയില്ല, ടെൻഷനില്ല. കുറച്ച് ആൾക്കാർ നെഗറ്റീവ് എന്തെങ്കിലും ഡൗട്ടുകൾ ചോദിക്കും, അവർ വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടാതെ ആൾക്കാർ പോയി. പക്ഷെ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ആ ഇരിപ്പിരുന്ന് ആ റൂമിൽ ഇരുന്നുകൊണ്ട് സൂമിലൂടെ അവരെ നല്ല വ്യക്തികളെ ഫിൽറ്റർ ചെയ്ത് നമുക്ക് അവിടെ കിട്ടുന്നുണ്ടാവും. നമ്മൾ അരിപ്പയിലിങ്ങനെ അരിച്ചെടുക്കുന്ന പോലെ നല്ല കുറച്ച് വ്യക്തികൾ ലാസ്റ്റ് വരെ ഇരിക്കുന്നു, അവരാണ് നമ്മളോടൊപ്പം ബിസിനസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇതിലേക്ക് പ്ലാൻ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. അടുത്തെന്താ? ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ആണ്. ചിലപ്പോൾ പ്ലാൻ കേട്ടു, ഞാൻ പറയുന്ന മോട്ടിവേഷൻ, അല്ലെങ്കിൽ എൻ്റെ കൂടെ ടീമിലുള്ള കുറച്ച് ലീഡർമാർ പ്രസൻറ്റേഷൻ ചെയ്യുന്ന ലീഡർമാരുടെ വാക്കുകൾ കേട്ട് മോട്ടിവേഷൻ കേട്ട് ഇത് കുഴപ്പമില്ലെന്ന് തോന്നില്ലേ, എന്നാൽ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? അവരെ വിളിക്കുന്നു, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അതിനെ വിളിക്കുക. നിങ്ങൾക്ക് കേട്ടിട്ട് തോന്നി ചെയ്യാൻ താല്പര്യമുണ്ടോ? ഐഡി എടുക്കട്ടെ. ചിലപ്പോൾ അവരപ്പം തന്നെ ആധാറിൻ്റെ ഫോട്ടോ അയച്ചു തന്നു. ചില ആൾക്കാർ വിളിച്ചപ്പോൾ തന്നെ ആധാർ അയക്കാൻ പറയും. ആധാർ അയക്കാൻ പറയുമ്പോൾ തന്നെ ആ വ്യക്തി പേടിയാണ്. പോലീസ് ഓൾറെഡി ഇപ്പം തന്നെ ഇൻഫോം കൊടുത്ത് ആധാർ ആർക്കും കൊടുക്കാൻ പാടില്ല എന്നാ പറയാം. അപ്പോൾ ആധാർ ചോദിച്ചു കഴിഞ്ഞാൽ ആരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമില്ല. നമ്മൾ ചോദിക്കേണ്ടത് അവരെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, അവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ചോദിക്കുക. അവരത് അയച്ചു തരുന്ന സമയത്ത് അവരോട് ചോദിക്കുക, ഇങ്ങനെ തന്നെയാണോ ആധാറിൻ്റെ അകത്തുള്ള പേര്, ഒന്ന് കറക്റ്റാക്കാൻ വേണ്ടി. കാരണം നമുക്ക് ബോണസ് വരുന്ന സമയത്ത് ഈ വ്യക്തിക്ക് ഈ പേരുള്ള വ്യക്തിക്ക് മാത്രമേ ചെക്ക് എഴുതി വരുള്ളൂ. ഇനീഷ്യൽ മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആളുടെ പേര് മാറിക്കഴിഞ്ഞാൽ ചെക്ക് റിട്ടേൺ പോകേണ്ടി വരും, പൈസ കിട്ടില്ല. ആ ബുദ്ധിമുട്ട് കാരണമാണ്. പൈസ കിട്ടാനാണെന്ന് പറയുമ്പോൾ അവർ പറയും ഇങ്ങനെയല്ല ആധാറുള്ളത്, ഹസ്ബൻഡിൻ്റെ പേരല്ല അച്ഛൻ്റെ പേരാണ് ഉള്ളത്. അപ്പോൾ അവർ ആധാറിൻ്റെ ഫോട്ടോ ചിലപ്പോൾ അയച്ചിരും, അല്ലെങ്കിൽ ആധാറിൻ്റെ പേരങ്ങ് അയച്ചിരും. കൺഫേം ആക്കി കഴിഞ്ഞാൽ സംഭവം ഓക്കെ. നിങ്ങൾക്ക് അവർക്ക് ഈ ഡീറ്റെയിൽ വെച്ച് ഐ ഡി എടുത്ത് കൊടുക്കാൻ സാധിക്കുന്നു. അവർക്ക് മെസ്സേജ് പോകുന്നുണ്ടാവും, KYC ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അവരോട് പറയാം KYC ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ഇതുപോലെ ചെയ്താൽ മതി. അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് തെറ്റരുത്. തെറ്റിക്കഴിഞ്ഞാൽ വീണ്ടും മെയിൽ അയച്ച് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, കഷ്ടപ്പെടേണ്ടി വരും. നിങ്ങൾക്ക് അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് അയച്ചാൽ ഞാൻ ചെയ്തോളാം. അപ്പോൾ അവർ തെറ്റാതിരിക്കാൻ വേണ്ടി ആ ആധാറിൻ്റെ ഫോട്ടോ നമുക്ക് അയച്ചു തരും, പാസ്വേഡ് നമുക്ക് അയച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ചെയ്യാൻ കഴിവുള്ള കുറച്ച് അറിവുള്ള ആൾക്കാർ, മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്, അവരത് ഭംഗിയായി ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്ന സമയത്ത് അവരോട് പറയുക, ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങളുടെ പേര് അവിടെ കാണും, ആ പേര് കറക്റ്റാണ് ചെക്ക് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ കാണും, അത് കറക്റ്റാണ് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം ഓക്കെ ആണെങ്കിൽ മാത്രം ടിക്ക് അടിക്കാൻ പറ്റുക. ആധാറിലുള്ള പേരായിരിക്കണം, ആധാറിലുള്ള അഡ്രസ്സ് എടുക്കണം പറഞ്ഞാൽ അവർ കറക്റ്റായി ചെയ്യുന്നത്. അപ്പോൾ അവിടെ തെറ്റാതെ നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. എന്നിട്ട് അപ്പം തന്നെ അവിടെ പോയി സാധനം വാങ്ങിക്കാൻ പറഞ്ഞേക്കരുത് ദയവ് ചെയ്ത്. പല ആൾക്കാർ 100 BB സാധനം വാങ്ങിച്ചോ അല്ലെങ്കിൽ 200 BB സാധനം വാങ്ങിച്ചാൽ ഭയങ്കര പൈസ കിട്ടും. ഇതിലില്ലാത്ത കാര്യങ്ങളൊന്നും വിളമ്പാതിരിക്കുക. കള്ളത്തിലൊന്നും പറഞ്ഞ് ഇതൊരാളെ ജോയിൻ ചെയ്യിപ്പിക്കാതിരിക്കുക. നിങ്ങൾ അവരോട് പറയണ്ട, നിങ്ങൾ അടുത്ത ക്ലാസ്സുകൾ വൈകുന്നേരം ഉണ്ട്, നാളെ ഉണ്ട്, മറ്റന്നാൾ 1-2 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഈ കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഒരു 3-4 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 100% ഈ കമ്പനിയെക്കുറിച്ച് മനസ്സിലാവും. വൈകുന്നേരം ഇന്ന് എത്ര മണിക്ക് സെഷൻ, നാളെ രാവിലെ 6 മണിക്കൂർ സെഷൻ, ഇതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ചില ആൾക്കാർ പറയുമെങ്കിൽ രാവിലെ 6 മണിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം. എങ്കിലും അവർക്ക് ആ സമയത്ത് എന്തെങ്കിലും ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ, ചിലപ്പോൾ ഗൾഫിലൊക്കെ സൗദിയിലും ഉള്ള ആൾക്കാർക്ക് 3 മണിയൊക്കെ സമയം, ആ സമയത്ത് പറ്റില്ല. പഴയ റെക്കോർഡ് സെഷനൊക്കെ ഉണ്ട്, അവർക്ക് അയച്ചു കൊടുത്തിട്ട് ആ സെഷൻ അവർ കാണാൻ പറയും. പിന്നെ വൈകുന്നേരമുള്ള മീറ്റിംഗ് പങ്കെടുപ്പിച്ചുകൊണ്ട് അവർ 3-4 മീറ്റിംഗ് കണ്ടിന്യൂ കേട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഏകദേശം ഇത് കുഴപ്പമില്ലാന്ന് തോന്നുന്നല്ലോ എന്ന് ചിന്തിക്കാൻ പറ്റും. പിന്നെ അവരെന്നെ ഇങ്ങോട്ട് ചോദിക്കും, എന്താ ഇനി ഞാൻ വേണ്ട. അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ കുറച്ച് എന്തെങ്കിലും ആവശ്യമുള്ള, വീട്ടിലേക്ക് ആവശ്യമുള്ള, നിങ്ങൾ ഇപ്രാവശ്യം ഉപയോഗിക്കുന്ന കുറച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. അതിൻ്റെ ക്വാളിറ്റി നോക്കും, ഇഷ്ടമുള്ള സാധനം എന്തെങ്കിലും
നമുക്ക് ആവശ്യമുള്ള ഇപ്രാവശ്യം വീട്ടിലേക്ക് വേണ്ടുന്ന കുറച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ഒരാളും 100 BB വാങ്ങിക്കാനോ 50 BB വാങ്ങിക്കാനോ ഒന്നും പറയണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനം പർച്ചേസ് ചെയ്യുക. അത് ഇത്ര രൂപക്ക് വാങ്ങിക്കുമ്പം ഫസ്റ്റ് പർച്ചേസിങ് 1500 രൂപക്ക് മേലെ ഫ്രീ ഡെലിവറി ഉണ്ട്. അത് പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ ആ വ്യക്തി ഒരു 1000 രൂപക്ക് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന 1200 വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി അതോട് പറയാം നിങ്ങൾക്ക് 1500 ആക്കുവാണെങ്കിൽ കൊറിയർ ചാർജ് 66 ലാഭമുണ്ട്. ഫസ്റ്റ് പർച്ചേസിങ്ങിൽ കൊറിയർ ചാർജ് ഇല്ലാതെ പർച്ചേസ് ചെയ്യുന്ന 1500 ആവും. വേണമെങ്കിൽ 1500 ചെയ്യാം, ഇല്ലെങ്കിൽ കയ്യിലുള്ള പൈസക്ക് ചെയ്ത് കുഴപ്പമില്ല. ചില ആൾക്കാർ ഒരു സോപ്പും പേസ്റ്റ് മാത്രം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു, ക്വാളിറ്റി നോക്കാൻ വേണ്ടി. അപ്പോൾ അവരോട് പറയാം നിങ്ങൾക്ക് സോപ്പും പേസ്റ്റ് മാത്രം വാങ്ങിക്കാണെങ്കിൽ ഓൺലൈൻ ചെയ്യേണ്ട, 66 കൊറിയർ ചാർജോ. നമുക്കത് ഷോപ്പിൽ നിന്ന് വാങ്ങി ബില്ലടിച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഓഫീസിൽ വഴി അയച്ചു കഴിഞ്ഞാൽ 42 രൂപക്ക് വീട്ടിൽ കൊണ്ടുതരും പോസ്റ്റ്മാൻ. അപ്പോൾ ക്വാളിറ്റി നോക്കാം. അപ്പോൾ അവർ ഹാപ്പിയാണ്. സാധനം വീട്ടിൽ കിട്ടുന്നു, വാങ്ങിച്ച രണ്ടാമത്തെ സ്ഥലം 3ാമത്തെ സാധനം വീട്ടിൽ കിട്ടുന്നു, പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ അവർ ഹാപ്പിയായി. കണ്ടിന്യൂ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ ഹാപ്പിയായി. അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കും. പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു 100 BBക്ക് വാങ്ങിച്ചോ, നമുക്ക് PV കയറാൻ വേണ്ടി ഇൻട്രസ്റ്റഡാണ്. ദയവ് ചെയ്തിട്ട് അങ്ങനെ ഒരാളെ നിരുത്സാഹപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കും. അവർക്ക് മനസ്സിലാക്കാനൊരു അവസരം കൊടുക്കുക. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, പ്രൊഡക്റ്റിനെ കുറിച്ച് ക്വാളിറ്റി മനസ്സിലാക്കാൻ. ആ ഒരു പ്രൊഡക്റ്റ് 3-4 പ്രൊഡക്റ്റ് ഉപയോഗിച്ച വ്യക്തിക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് ഹാപ്പി ആയിരിക്കും ഉപയോഗിച്ച വ്യക്തിക്ക്. പിന്നെ അടുത്ത പ്രാവശ്യം എന്തായാലും അവർ ആ സോപ്പും പേസ്റ്റേ വാങ്ങിക്കുള്ളൂ, ചായപ്പൊടി വാങ്ങിക്കുള്ളൂ. പിന്നെ അവരേക്ക് ഇതിനകത്ത് കുക്കിംഗ് ഓയിൽ ഒന്ന് വാങ്ങിച്ച് നോക്കാം, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ നിന്ന് വാങ്ങിച്ച് നോക്കാം, ഫ്ലോർ ക്ലീൻ വാങ്ങിച്ചു. അങ്ങനെ അവർ കുറച്ച് അത് 50 BB ആയി മാറും. ചിലപ്പോൾ ആ മാസം തന്നെ അവർ 100 BB വാങ്ങിക്കും. അവർ പറയും ഇതിനകത്തൊരു ഓഫറുണ്ട്, കൺസിസ്റ്റൻസി ഓഫറാണ്. ഒരു 100 BB ഒക്കെ വാങ്ങിക്കാൻ സാധിക്കുവാണെങ്കിൽ ഒരു 100 BB വാങ്ങിച്ചു കഴിഞ്ഞാൽ 4 മാസം അത് കണ്ടിന്യൂ നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനത്ത് വാങ്ങിക്കുകയാണെങ്കിൽ 5ാമത്തെ മാസം പൈസ കൊടുക്കാതെ സാധനം വാങ്ങിക്കാൻ പറ്റും. 100 BB വാങ്ങിക്കുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താ പറഞ്ഞു കൊടുക്കും. വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ന് പറയാം. ഇങ്ങനൊരു ബെനിഫിറ്റ് ഇതിനകത്തുണ്ട്. നിങ്ങൾ 100 BB വാങ്ങിക്കുമ്പോൾ ഒരു 300 രൂപക്കുള്ള പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും, ഒരു ചെറിയൊരു ക്യാഷ് ബാക്ക് കിട്ടും, ഡിസ്കൗണ്ടിലാണ് MRP ഡിസ്കൗണ്ടിലാണ് പ്രൊഡക്റ്റ് കിട്ടുന്നത്. അത് വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ വേണമെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ MRP ലാഭം ഉണ്ടാക്കാം. നാളെ മുതൽ അവർ സ്ഥിരം കസ്റ്റമറായി മാറും. അപ്പോൾ ആ MRP ലാഭം എപ്പോഴും ഉണ്ടാക്കാൻ പറ്റും. നടന്ന് സെയിൽ ചെയ്യാനല്ല, നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഫ്രണ്ട്സിന് നല്ല പേസ്റ്റ് ഉപയോഗിക്കാം. പല്ലുവേനുള്ള ഫ്രണ്ട്സിന് അവർക്ക് കൊടുക്കാം. മുടി കൊഴിച്ചുള്ള ആൾക്കാരിന് അവർക്ക് ഹെയർ ഓയിൽ കൊടുക്കാം. ഡാൻഡ്രഫും തല്ലിൽ പേനുള്ള ആൾക്കാർ നമ്മുടെ ഷാമ്പു പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെയുള്ള ആവശ്യക്കാരെ കുറച്ച് 5-6 ലോയൽ കസ്റ്റമറെ കണ്ടെത്തി കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്കുള്ള ആവശ്യമുള്ള സാധനം അവരവരുടെ വീട്ടിലേക്കുള്ള ആവശ്യ സാധനം വാങ്ങിക്കുമ്പോൾ 4 മാസം കഴിയുമ്പോൾ 5ാമത്തെ മാസം നിങ്ങൾക്ക് പൈസ കൊടുക്കാതെ സാധനം വാങ്ങിക്കാം. ആ ഫ്രീ പ്രൊഡക്റ്റ് എടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ഓഫറുകളെ കുറിച്ച് കൺസിസ്റ്റൻസിയിൽ ഓഫറുകളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ സ്റ്റാർട്ടപ്പ് ബിസിനസ് ചെയ്യിപ്പിക്കുക. പതുക്കെ ഈ കമ്പനിയെക്കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും എല്ലാം മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾ അവരോട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. അവർ ഓട്ടോമാറ്റിക്കലി ഒരു 100 BB 200 BB ഒക്കെ ചെയ്യുന്ന കസ്റ്റമറായി മാറിയിട്ടുണ്ടാവും. അവർക്ക് ഒരിക്കലും ഈ ബിസിനസ് നിർത്തി പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ചിലപ്പോൾ ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് ആരും വരുന്നില്ല, എന്നെക്കൊണ്ട് ആരെയും ജോയിൻ ആക്കാൻ പറ്റില്ല, ഒരു പരാതിയും പറയാതെ അവർ ചിലപ്പോൾ പോകുന്നുണ്ടാവും. നിങ്ങളൊരു ദേഷ്യം പോലും അവർ കാണിക്കില്ല, ഒരാളുടെ കുറ്റവും പറയില്ല. കാരണം നിങ്ങൾ അവർ 5 പൈസ വാങ്ങിച്ചിട്ടില്ല, അവരെ കൊണ്ട് നിർബന്ധിച്ചൊരു സാധനം പർച്ചേസ് ചെയ്യിപ്പിച്ചില്ല. വാങ്ങിച്ച സാധനം കംപ്ലീറ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ഞാൻ എന്തായാലും ബിസിനസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചോളും എന്നേ അവർ പറയും. അല്ലാതെ ഒരു പരാതി വിഷമങ്ങളായിട്ട് അവർ നിങ്ങളുടെ ഇതിലേക്ക് വരില്ല. അപ്പോൾ അവരോട് നമുക്ക് പറയേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ആൾക്കാരെ പുറകെ പോയി സമയം കളയാതിരിക്കും. നിങ്ങളിതിൽ നിൽക്കൂ, നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട്. നിങ്ങൾ ആദ്യം ബിസിനസ് മനസ്സിലാക്കും. നിങ്ങളെ കൂടെ ഒരു 5 പേര് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ വന്നോ? ആദ്യം നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. മീറ്റിങ്ങിൽ പങ്കെടുക്കും, കണ്ടിന്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് അതിന് ആൾക്കാർ വന്നോളും. ആ ഒരു കോൺഫിഡൻറ്റ് അവർ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളോടൊപ്പം ഉണ്ടാവും. ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഗെറ്റിംഗ് സ്റ്റാർട്ടറിൽ ചെയ്യേണ്ട ആൾക്കാർ. കൂടെ വന്നിട്ട് വ്യക്തികൾ അപ്പം തന്നെ കുറേ പിടിച്ച് പർച്ചേസ് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ ആ വ്യക്തിയെ മൈൻഡാക്കാതെ കോൾ ചെയ്യാതെ അവൻ്റെ പർച്ചേസിങ് കഴിഞ്ഞല്ലോ. ഇന്ന് നമ്മുടെ നെറ്റ്വർക്ക് കമ്പനി പല ആൾക്കാരും ചെയ്യുന്നത് അങ്ങനെയാണ്. കുറേ സാധനം 30,000 വാങ്ങിപ്പിക്കും, അതും ആവശ്യമില്ലാതെ ക്രീമും ബെഡ്ഷീറ്റും ജ്യൂസൊക്കെ ആയിരിക്കും, ടീഷർട്ടൊക്കെ ആയിരിക്കും. പിന്നെ ആര് വാങ്ങിക്കാനുള്ള സാധനം? അങ്ങനെയൊന്നും ഒരിക്കലും ഒരു നെറ്റ്വർക്ക് കമ്പനി ചെയ്യാൻ പാടില്ല. നമ്മുടെ വെസ്റ്റീജി കമ്പനി നമ്മുടെ ടീമിൽ ചെയ്യുന്നത്, വെസ്റ്റീജി കുറേ ആൾക്കാർ ചെയ്യുന്ന 1 ലക്ഷത്തിന് സാധനം വാങ്ങിക്കുന്ന കമ്പനിയൊക്കെ നമ്മുടെ ടീമിലെ ആൾക്കാർക്ക് വേറെ ടീമിലെ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾക്ക് ആവശ്യമുള്ള സാധനം 50 രൂപ സോപ്പാലും കുഴപ്പമില്ല, 100 രൂപ പേസ്റ്റ് എന്തായാലും കുഴപ്പമില്ല. നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ച് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ എല്ലാ ക്ലാസ്സുകളിലേക്കും മീറ്റിങ്ങിലേക്ക് അവരെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കും. ഈ ഉച്ചയ്ക്ക് നടക്കുന്ന സെഷൻ, ഞായറാഴ്ച ദിവസം നടക്കുന്ന ഉച്ചയ്ക്ക് നടക്കുന്ന സെഷൻ പുതിയ വ്യക്തികൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. വൈകുന്നേരമുള്ള സെഷൻ 9 മണിക്കുള്ള സെഷൻ, ഇതിനകത്തുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചും ഇതിൻ്റെ വരുമാനത്തെക്കുറിച്ചുള്ള സെഷൻ വൈകുന്നേരം 9 മണിക്കുണ്ട്. നിങ്ങളെല്ലാവരും അതിലും പങ്കെടുക്കുക. അങ്ങനെ ഒരാഴ്ച കണ്ടിന്യൂ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തപ്പോൾ ഞങ്ങൾ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓട്ടോമാറ്റിക് മീറ്റിങ്ങിൽ കയറിക്കോളും, ഓട്ടോമാറ്റിക് പ്രൊഡക്റ്റ് ഉപയോഗിച്ചോളും, നിങ്ങളുടെ ടീം ഓട്ടോമാറ്റിക് വളർന്നു. ഒരു 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് പോകാൻ ചിന്തിക്കാൻ സാധിക്കും. സീരിയസ് ആയി നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണ്. അതിനുശേഷം ആ വ്യക്തി ജോയിൻ ചെയ്തു, പ്രൊഡക്റ്റ് യൂസ് ചെയ്തു, കൗൺസിലിംഗ് വിത്ത് അപ്ലൈൻ. നിങ്ങളുടെ മെൻറ്റർ ആരാണോ അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈൻ ആരാണോ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി ആരാണോ അവരായിട്ട് കൗൺസിലിംഗ് ഇരുത്താം. ഒന്ന് സൂമിൽ ഇരുത്താൻ പറ്റും നോക്കുക, അല്ലെങ്കിൽ നേരിട്ട് കാണാൻ പറ്റും നേരിട്ട് കാണാൻ ശ്രമിക്കുക.
അല്ലെങ്കിൽ അവരെ ഈ അപ്ലൈനായിട്ട് പരിചയപ്പെടുത്തി ഇത് നമ്മൾ സാറാണ്, ഈ സാറിനൊന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ സാറ് സപ്പോർട്ട് ചെയ്യും, എല്ലാ ദിവസവും സാറിന് ഒരു മെസ്സേജ് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ടാവും എന്നുള്ള ആ ഒരു അപ്ലൈനായിട്ടൊരു കണക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ അപ്ലൈനായിട്ട് അതേ ഒരു റിലേഷൻ ബോണ്ടിങ് ഉണ്ടായി കഴിഞ്ഞാൽ ആ അപ്ലൈനും അവരെന്നും വിളിച്ച് അവർ എന്താ പറയുക ഒരു മോട്ടിവേഷൻ കൊടുത്ത് അവരെ ഒരു എനർജറ്റിക് ആക്കി മാറ്റാൻ സാധിക്കും, അവരൊന്ന് തളർന്നു നിൽക്കുന്ന സമയത്ത് ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ അപ്ലൈനായിട്ട് ഇരുത്താനും പേഴ്സണൽ സിറ്റിങ് ചിലപ്പോൾ നിങ്ങൾ അപ്ലൈന് സമയം ഉണ്ടെങ്കിൽ അവരോട് ഇരുത്തുക. എൻ്റെ മെൻറ്റർഷിപ്പ് ചെയ്യുന്ന എന്നോടേക്കാണെങ്കിൽ എന്നോടേക്ക് ഇരിക്കുക, എനിക്കിപ്പോൾ ഒരാളാക്കി വെച്ച് മെൻറ്റർഷിപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അത്രയ്ക്കും 5800 ആൾക്കാരുണ്ട്. എല്ലാവരും എന്നെ മെൻറ്റർ ചെയ്യുമ്പോൾ എനിക്കത്ര സമയം കിട്ടുന്നു വരില്ല. പക്ഷേ ഒരു മെൻറ്റർഷിപ്പ് എടുക്കുന്ന ഒരു ക്രൗൺ ആൻഡ് അബോവ് ആൾക്കാർ എടുക്കുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ്. എങ്കിലും നമ്മൾ ഇതുപോലത്തെ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ആക്കി ചെയ്തിട്ടുണ്ടാവും, റെഗുലർ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ചെയ്യുന്നുണ്ടാവും, നിങ്ങളെ മെൻറ്റർ ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ ഓരോ പ്രോബ്ലംസ് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ നമ്മളെല്ലാവരും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതിൽ 8ാമത്തെ സ്റ്റെപ്പാണ് കൗൺസിലിംഗ് വിത്ത് അപ്ലൈനായിട്ട് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ കണക്ഷൻ അപ്പോൾ നമുക്ക് വേണം. 2ാമത്തത് അക്കൗണ്ടബിലിറ്റിയാണ്. നമുക്ക് റെസ്പോൺസിബിലിറ്റിയുള്ള വ്യക്തിയെ മാറാൻ ശ്രമിക്കുക. അക്കൗണ്ടബിലിറ്റി പറഞ്ഞാൽ അക്കൗണ്ട് സെഷൻ വർക്ക് ചെയ്യുന്ന ആളല്ല, ഏകദേശം അതുപോലെ തന്നെ നമ്മുടെ ഈ ബിസിനസ്സിന് നിങ്ങൾ റെസ്പോൺസിബിലിറ്റി വ്യക്തിയെ മാറാൻ ശ്രമിക്കുക. നിങ്ങളുടെ സ്വന്തം ബിസിനസ്സാണ്, എല്ലാം മേലോട്ട് പാസ് ചെയ്യാനല്ല. നിങ്ങളുടെ ബിസിനസ് എപ്പോഴാണ് നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത്, എൻ്റെ ബിസിനസ്സാണ്, എൻ്റെ കൂടെ ഒരു 10 പേര് ജോയിൻ ആയിട്ടുണ്ട്, അവരെ കെയർ ചെയ്യേണ്ടത്, അവരെ ബിസിനസ് പിടിച്ചു നിർത്തേണ്ട ഉത്തരവാദിത്തം എൻ്റെതാണ്. അവരെ മീറ്റിങ്ങിലേക്ക് പങ്കെടുപ്പിക്കണം, ആ ഗ്രൂപ്പിലേക്ക് മീറ്റിങ്ങിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്യണം, പ്രൊഡക്റ്റിൻ്റെ ലിങ്കുകൾ ഷെയർ ചെയ്യണം, നിങ്ങൾ ഓരോ ക്ലാസ് എവിടെയെങ്കിലും ഫിസിക്കൽ മീറ്റിംഗ് അത് അവരെ എത്തിക്കണം. ഇതിലെല്ലാ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം. ഇപ്പോൾ നമ്മുടെ ടീമിൽ ഒരാൾ 8% ആവാനായിട്ടുണ്ട്, അവരെ അതിനെന്ത് ചെയ്യണം, അവിടെ എവിടെ വർക്ക് ചെയ്യണം, അതിനെക്കുറിച്ചൊക്കെ ഒരു ടീം റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണം, ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. അതാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. നമ്മളെ എന്താ പറയുക, നമ്മുടെ നമ്മൾ കൺട്രോളിലായിരിക്കണം. ആ ഒരു ഓർഗനൈസേഷൻ നമ്മുടെ ടീമിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ വരും. എന്നാൽ മാത്രമേ നമുക്കതൊരു മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മൾ പ്രസൻറ്ററായി മാറാൻ, പ്രസൻറ്റേഷൻ ചെയ്യാനും MC ചെയ്യാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടാവും. പ്രൊഡക്റ്റിൻ്റെ നോളജ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ടീമിലൊരു മെമ്പർ ഒരാൾ പ്രൊഡക്റ്റ് ഗ്രൂപ്പ് ചോദിക്കുകയാണ്, ഇന്ന് ഒരു പ്രൊഡക്റ്റ് എനിക്ക് ആവശ്യം, മുടി ഒഴിച്ചിട്ടുണ്ട്, അതിന് ഏത് ഹെയർ ഓയിൽ എന്ത് ഉപയോഗിച്ചാൽ മാറി നിൽക്കുമ്പോൾ നിങ്ങളുടെ ടീം ആകുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അത് ഗ്രൂപ്പിലുള്ള ആരെങ്കിലും പറഞ്ഞു കൊടുത്തു, എനിക്ക് സമയം വെറുതെ കളേണ്ട ആവശ്യമില്ല, ഞാൻ ആ സമയത്ത് സിനിമ കാണാം അല്ലെങ്കിൽ മക്കളെ പഠിപ്പിക്കാൻ ചെയ്യുന്ന ആൾ. നിങ്ങളുടെ ഒരു ടീം മെമ്പറാണ് പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ ഡൗട്ട് ചോദിക്കുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അവർക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കേണ്ട കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് വരുന്ന പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ നിന്ന് ഓരോ നോളജുകൾ ഒരു ബുക്കിൽ എഴുതി വെച്ച് നിങ്ങളുടെ ടീം മെമ്പേഴ്സ് ചോദിക്കുന്ന സമയത്ത് അവർക്ക് ഉത്തരം കൊടുക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ പഠിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ഈ ബിസിനസ് ലൈഫ് ലോങ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അടുത്തത് ഇന്ന് രാവിലത്തെ മോർണിംഗ് CP ഉണ്ടായ സെഷനാണ് ലേണബിൾ, ടീച്ചബിൾ, ഡ്യൂപ്ലിക്കബിൾ. നമ്മളിത് പഠിക്കുക, പഠിപ്പിക്കുക, കൂടെ വന്നിരിക്കുന്ന ആളെ പഠിപ്പിക്കുക, അവരെ കൂടെ വന്നിരിക്കുന്ന പഠിപ്പിക്കുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുക. എന്താണ് ഈ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇതിൽ പല കഴിവുള്ള ആൾക്കാരാണ്. ഇപ്പം നിങ്ങൾ മിനി നവീൻ്റെ വീട്ടിൽ നമ്മുടെ ഹോം മീറ്റ് അറേഞ്ച് ചെയ്യാം. മിനി നവീൻ്റെ വീട്ടിൽ ഹോം മീറ്റ് അറേഞ്ച് മിനി നവീൻ വയ്ക്കുമ്പോൾ എൻ്റെ വീട്ടിൽ മീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ കുറച്ച് ഗമയൊക്കെ കാണിക്കാം. ചിക്കൻ ബിരിയാണി ആക്കി കൊടുക്കാം. എല്ലാവരും വന്നവർക്ക് കംപ്ലീറ്റ് ചിക്കൻ ബിരിയാണി, പായസം, ചിക്കൻ ബിരിയാണിയൊക്കെ മീറ്റിംഗ് കഴിഞ്ഞ പാടി പായസം ചിക്കൻ ബിരിയാണി കൊടുക്കുന്നു. മിനി നവീൻ്റെ വീട്ടിലേക്ക് മീറ്റിംഗ് പുതിയ കുറേ പ്രോസ്പെക്റ്റ് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടാവും. അപ്പോൾ പുതിയ പ്രോസ്പെക്റ്റിൻ്റെ മനസ്സിൽ എന്താണ്ടാവാം, ഇതുപോലെ ചിക്കൻ ബിരിയാണിയും പായസമൊക്കെ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരുമല്ലോ, അപ്പോൾ ഈ ബിസിനസ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സാധാരണക്കാരനല്ല, നമുക്ക് മിനിയെ കൊടുത്ത് പോലെ പട്ടാളക്കാരൻ്റെ വൈഫാണ്, അവർക്ക് ബിരിയാണി കൊടുക്കാൻ പൈസക്കൊന്നും ബുദ്ധിമുട്ടില്ല, എനിക്കിതും പറ്റില്ല, അവർ കളഞ്ഞിട്ട് പോകും. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും മറ്റുള്ളവർ. അപ്പോൾ ഒരു പ്രസൻറ്റേഷൻ നമ്മൾ എങ്ങനെ ചെയ്യുന്നു, ആ പ്രസൻറ്റേഷൻ മറ്റുള്ളവർക്ക് അതേപോലെ പ്രസൻറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രസൻറ്റേഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഏത് രീതിയിലുള്ള സ്ലൈഡ് ഉപയോഗിക്കുന്നത്, അത് എല്ലാവർക്കും പറയാൻ പറ്റുന്ന സ്ലൈഡാണ് ഉപയോഗിക്കുന്നത്. അതിന് പ്രൊഡക്റ്റ് നോളജ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ആ എല്ലാം ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ എന്താണോ ചെയ്യണേ അത് ഡ്യൂപ്ലിക്കേഷൻ. ഇപ്പം പല ആൾക്കാർ ചിന്തിക്കുന്നു, കഴിഞ്ഞ ആഴ്ച എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സാറേ ഞാൻ ഇത്ര ശതമാനം ആയിട്ടാകുമ്പോൾ പർച്ചേസ് ചെയ്താൽ പോലെ, എന്നാലല്ലേ എനിക്ക് വരുമാനം കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അവർ നോക്കട്ടെ, അവിടെ നിന്നൊക്കെ PV ഒക്കെ വരുവാണെങ്കിൽ ഞാൻ ചെയ്യാം, ഇല്ലെങ്കിൽ അടുത്ത മാസം ചെയ്താൽ പോലെ, വെറുതെ ആ പൈസ കളണ്ടല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. അപ്പം നിങ്ങൾ 12%, 8% ആ നിൽക്കുന്ന വ്യക്തി, താഴെയുള്ള വ്യക്തിയോട് ഞാനിത് പറയണം, കുറച്ച് പർച്ചേസ് ചെയ്യാൻ പറയുമ്പോൾ അവർ താഴെയുള്ളവർ പർച്ചേസ് ചെയ്താൽ പോലെ, ഇതിങ്ങനെ താഴോട്ട് അതേപോലെ ഡ്യൂപ്ലിക്കേഷൻ പോകും, നിങ്ങൾ 0 ബിസിനസ്സിലുണ്ടാവും. നമ്മൾ എന്താണോ ചെയ്യണേ അത് തന്നെ താഴെ ഡ്യൂപ്ലിക്കേഷൻ കിട്ടുന്നത്, അത് തന്നെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവും. നിങ്ങൾ എന്താണോ കൊടുക്കുന്നത്, നിങ്ങളൊരു മീറ്റിംഗ് അറ്റൻഡ്, നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഇതിലുള്ള ഷാഹുൽ രാമനാട്ടുകാരിയാണ്, രാമനാട്ടുകാരുടെ ഷാഹുൽ തിരുവനന്തപുരത്തൊരു മീറ്റിങ്ങിൻ്റെ ഗ്രൂപ്പിലൊരു മീറ്റിങ്ങിൻ്റെ ഇത് വരുന്നത്, തിരുവനന്തപുരത്ത് പത്മ കഫേയിൽ അടുത്ത മാസം സെപ്റ്റംബർ 29 CND എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. അത് കണ്ട ഉടനെ ഷാഹുൽ പറഞ്ഞു, ഞാൻ രാമനാട്ടുകാരില്ല, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കണം, അതങ്ങ് പോട്ടെ,
വെറുതെ മൊബൈലിനകത്ത് സ്പേസ് കളണ്ട് ഡിലീറ്റ് ആക്കി കളഞ്ഞേക്കാന്ന് വെച്ചാൽ ഷാഹുൽ അങ്ങനെ ചിന്തിക്കുകയാണ്. ഷാഹുലിൻ്റെ തീരെ ഗീതാ മേഡം ട്രിവാൻഡ്രത്തുണ്ട്, ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ട്രിവാൻഡ്രക്കാരുണ്ട്. അപ്പോൾ ഷാഹുൽ ട്രിവാൻഡ്രത്ത് മീറ്റിംഗ് ഉണ്ട്, അപ്പോൾ ഗീതാ മേഡത്തിന് വിളിക്കണം, അവരോട് 2-3 ആൾക്കാരെ അവിടെ പോകാൻ പറയണം. അതുപോലെ മറ്റേ ഇന്ന വ്യക്തിയുണ്ട്, സുഷിത പറയുന്ന അശോകൻ ചേട്ടനുണ്ട് അവിടെ ഇന്ന സ്ഥലത്തുണ്ട്. അപ്പോൾ അവരെയൊക്കെ കോൺടാക്ട് ചെയ്ത് അവരെ ട്രിവാൻഡ്രം നടക്കുന്ന മീറ്റിംഗ് പങ്കെടുപ്പിക്കുക. കരുനാഗപ്പള്ളി 28-ാം തീയതി, ഈ വരുന്ന 28-ാം തീയതി കരുനാഗപ്പള്ളി CNT ആണ്. അപ്പോൾ കരുനാഗപ്പള്ളിയിൽ ആരൊക്കെ നിങ്ങളുണ്ട് അവരാ പ്രോഗ്രാം പങ്കെടുപ്പിക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യണം. അത് നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന വ്യക്തി ഡ്യൂപ്ലിക്കേഷൻ ചെയ്യണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണം. അപ്പോൾ ഈ 10 കോർ സ്റ്റെപ്പിലുള്ള ഈ 10 കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽ ഇത് ഓരോ സ്റ്റെപ്പും ഓരോ സെഷനും 40 മിനിറ്റ് വെച്ച് ചെയ്യേണ്ട സെഷൻ. ഈ ലേണബിൾ, ടീച്ചബിൾ, ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ തന്നെ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ട് 40 മിനിറ്റ് എടുത്തിട്ട്. ഈ പറഞ്ഞ 10 സ്റ്റെപ്പിലും 10 കാര്യത്തിനും ഓരോ സെഷനും 40 മിനിറ്റ് 1 മണിക്കൂറോളം വേണം, എന്നാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പുതിയ വ്യക്തികൾക്കൊക്കെ കുറച്ചൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, ഇതൊരു ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ബിസിനസ് അല്ല, കുറേ പർച്ചേസിങ് വാങ്ങിച്ച് വിറ്റ് നടക്കുന്ന ബിസിനസ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞു ക്രിയേറ്റ് ദ ലീഡറാണ്. നമ്മൾ ആദ്യം ഒരു ലീഡറായി മാറാൻ ശ്രമിക്കുക. എന്താണ് ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മനസ്സിലാക്കാൻ പ്രൊഡക്റ്റിനെ കുറിച്ച് നോളജുള്ള, ബിസിനസ് നോളജുള്ള ഒരു വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന നെഗറ്റീവിനെ അതല്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കൊടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയെ മാറാൻ ശ്രമിക്കും. കുറച്ച് സമയമെടുക്കും, ചിലപ്പോൾ 3 മാസം, ചിലപ്പോൾ 6 മാസം, ചിലപ്പോൾ 1 വർഷം, ചിലപ്പോൾ 2 വർഷമായിട്ട് പോലും ആ നോളജ് ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയോ? പല ആൾക്കാർ മീറ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് ഒന്നിക്ക് ഇത് ഓണാക്കി വെക്കും, അവിടെ മറ്റുള്ള കാര്യങ്ങൾ ബിസിയായി. അതുകൊണ്ടാണ് പല ആൾക്കാരും വീഡിയോ ഓഫാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഷാഹുൽ വീഡിയോ ഓണാക്കിയിരിക്കുന്നു, മിനി വീഡിയോ ഓണാക്കിയിരിക്കുന്നത്. എനിക്ക് ഞാൻ കാണുന്നത് അവർ 2 ആളും ഇത് കംപ്ലീറ്റ് ശ്രദ്ധിച്ചിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്കൊന്ന് വീഡിയോ ഓഫാക്കും, ഒന്നിക്ക് വെള്ളം കുടിക്കാനായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെസ്സേജ് നോക്കാനായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ വീഡിയോ ഓഫാക്കിയിരിക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ബിസി ആയിരിക്കും. ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്ന തിരക്കായിരിക്കും, അല്ലെങ്കിൽ നല്ല ഡ്രസ്സായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ യാത്രകളായിരിക്കും. അതുകൊണ്ട് വീഡിയോ ഓഫാക്കിയിരിക്കുന്നത്. നിങ്ങൾ ബിസിനസ്സിൽ വന്നിരിക്കുന്ന ആൾക്കാർ, നിങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നത്? ഇതിലൂടെ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത്. ചില ആൾക്ക് ജോലി സ്ഥലത്താണ്, ഇപ്പോൾ കാലിത് പോയി ഖത്തറാണ്, അദ്ദേഹം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ആണെങ്കിൽ ഞാൻ ഓഫാക്കിയതാണ്. കാരണം അദ്ദേഹം ട്രാവൽ ചെയ്യുന്ന സമയത്ത് വണ്ടി ഓടിക്കുന്നത് കാണുമ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് അങ്ങോട്ട് പോകും. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീഡിയോ ഓഫാക്കിയാണ്. നിങ്ങൾ ജോലി സ്ഥലത്താണെങ്കിൽ വീഡിയോയുടെ ആവശ്യമില്ല, ഓഫാക്കുക. നിങ്ങൾ ഈ ഒരു സെഷൻ കേൾക്കാൻ വന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വന്നിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഒരു നല്ല ഡ്രസ്സൊക്കെ ഇട്ട്, നല്ല ഷർട്ടൊക്കെ ഇട്ട്, ഷർട്ട് ഇടാതെ ഒരു ലുങ്കി കൊടുത്തിട്ട് അവിടെ ഇരുന്ന് നിങ്ങൾ ബോഡിയും കാണിച്ച് ഇരിക്കുക, ദയവ് ചെയ്ത് അങ്ങനെ ഒരാൾ വീഡിയോ ഓണാക്കേണ്ട ആവശ്യം. കാരണം ഇത് ലേഡീസൊക്കെ ഉള്ളതാണ്. ജെൻസ് ആയാലും ലേഡീസ് ആയാലും നല്ല ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ, അഥവാ നിങ്ങൾ നൈറ്റി ഇട്ടിരിക്കുന്ന ലേഡി ആണെങ്കിൽ ഒരു ഷാൾ എടുത്തിങ്ങനെ മറച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടിപൊളി ഡ്രസ്സായി അല്ലേ? അതിട്ടിരിക്കുക, നല്ല ഒരു പൗഡറൊക്കെ ഇട്ടുന്നാണ് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷനായി മാറും. വീഡിയോ ഓണാക്കിയിരിക്കുക, നിങ്ങളുടെ മുഖത്തുള്ള എക്സ്പ്രഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യം ആ വ്യക്തി കേൾക്കുന്നുണ്ടോ, മൈൻഡ് സെറ്റ് കറക്റ്റാണോ? പല ആൾക്കാരും സീരിയൽ കണ്ടുകൊണ്ടിരിക്കും, TV അവിടെ ഭയങ്കര വോളിയത്തിൽ TV വെച്ചുകൊണ്ടിരിക്കും, വീട്ടിൽ മക്കളൊക്കെ TV കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടിരിക്കും, അവിടെ ഇരുന്ന് വിചാരിക്കും ഇതിലായിട്ട് നോട്ടമൊന്നും ഉണ്ടാകും, ഷാജി സാർ എന്തെങ്കിലും എൻ്റെ പേരോടെ കാണില്ല, കുഴപ്പമില്ല. ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാതിരിക്കും. നിങ്ങൾ 1 മണിക്കൂർ ഇരിക്കുന്ന, നിങ്ങൾ ആ 1 മണിക്കൂർ നല്ല റേഞ്ചുള്ള സ്ഥലത്ത് ഇരിക്കുക, വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും കണ്ടന്റുകൾ കിട്ടാനുള്ളത് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അതിനെ നെഗറ്റീവ്, അതിനകത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് പോയിന്റ് ഉണ്ടെങ്കിൽ അത് മാത്രം ആൾക്കാർ ശ്രദ്ധിക്കും. അയാൾ ആ കാര്യം പറഞ്ഞ് ശരിയായിട്ടുള്ളൂ, അതൊരു നെഗറ്റീവല്ലേ നമുക്ക് കൊടുക്കുന്ന ഫീലിംഗ്. അതിനകത്ത് 100 പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ടോ, അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടോ, അത് മാത്രം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ കുറേ ആൾക്കാർ. നമ്മൾ ശ്രദ്ധിക്കുക, ഇതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയോ? ഒരു കാര്യം പഠിക്കാൻ പറ്റിയെങ്കിൽ ഒരു 10 മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ 10 കാര്യം പഠിച്ചൂടെ? അല്ലെങ്കിൽ ഇന്നലെ നിങ്ങൾ പഠിച്ച കാര്യം, ഇന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം അലീമ പഠിച്ചു, കുറച്ചേക്ക് നാളെ ആകുമ്പോൾ അലീമ അത് മറന്നു വരുന്നു. ഇതെങ്ങനെ പറയേണ്ട മാതെ എന്താ പറഞ്ഞു? നാളത്തെ മീറ്റിംഗ് കേൾക്കുമ്പോൾ അത് വീണ്ടും അത് ഇന്നലെ പറഞ്ഞ കാര്യം, അവർ നോട്ട് ചെയ്ത കാര്യം ഇന്ന് ഒന്നുകൂടെ കേൾക്കുമ്പോൾ ബൈഹാർഡേ, നാളെ ഒന്നുകൂടെ കേൾക്കുമ്പോൾ അത് നമുക്ക് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. നിങ്ങൾക്കൊരു നെഗറ്റീവ് ഒരു വ്യക്തി പറയുന്ന സമയത്ത് ഈ കാര്യം ഈസി ആയിട്ട് നിങ്ങളൊരു കാര്യം, ഞാൻ ഇതുപോലത്തെ അതിൽ ചേർന്നിട്ടുണ്ട്, ഫിസിക്കാർഡിൽ കുറച്ച് പൈസ കളഞ്ഞിട്ടുണ്ട്, ഹൈ റീച്ചിൽ എൻ്റെയും പൈസ പോയി, എൻ്റെ നാട്ടുകാരുടെ മൊത്തം പൈസ പോയി, ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇതൊക്കെ പറയുന്ന സമയത്ത് അതുപോലെ തന്നെയല്ല, ഇതുപോലത്തെ അല്ല, ഇതുപോലത്തെ അല്ല, അതുപോലത്തെ എന്നൊക്കെ പറയുന്നത്. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഞാൻ പണ്ടെന്ന് വേറെ സാധനം ചെയ്തിട്ടുണ്ട്, വെൽനെസ്സിൻ്റെ ചെയ്തിട്ടുണ്ട്, ആംവേ ചെയ്തിട്ടുണ്ട്, 80 വർഷം പഴക്കമുള്ള ആംവേ ചെയ്തിട്ടുണ്ട്. എന്താണ് ആംവേ? 80 വർഷം പഴക്കമുള്ള ഒരു അമേരിക്കൻ കമ്പനിയാണ് ആംവേ. അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്താണ്? ഒരു പ്രാവശ്യം വാങ്ങിക്കാൻ പറ്റും, രണ്ടാമത് വാങ്ങിക്കാൻ ലോൺ അപ്ലിക്കേഷൻ കൊടുക്കണം. സഹകരണ ബാങ്കിൽ നിന്ന് ഇപ്പം ആംവേയിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ലോൺ കൊടുക്കുന്നില്ല. അറിയാലോ, ആ പ്രൊഡക്റ്റ് രണ്ടാമത് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ ലോൺ എടുക്കേണ്ടി വരും. ഇന്നത്തെ നമ്മുടെ നാട്ടിലെ കൂലിയിൽ ആംവേയിൽ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് ജീവിക്കാൻ പറ്റില്ല സാധാരണക്കാർ. ഫോറെവർ എന്ന് പറഞ്ഞ കമ്പനി, അതിൻ്റെ ക്രീം, നമുക്ക് അലോവേരയുടെ ക്രീം സ്ഥിരമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടോ?
ഫേസ് വാഷ് ഒരു ക്രീം ഉപയോഗിക്കാതെ എത്ര ആൾക്കാർ നമ്മുടെ നാട്ടിൽ. ആ സാധാരണക്കാർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും, പണക്കാർക്ക് കൊടുക്കാൻ പറ്റും, എങ്ങനെയെങ്കിലും പൈസ തീർക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഈ ക്രീമൊക്കെ പറ്റും, അവർക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സാധാരണക്കാർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കണം. ഇതിനുള്ള നോളജ് നമുക്കുണ്ടാവും. അത് നമുക്ക് ഈ ബിസിനസ് മീറ്റിംഗ് പങ്കെടുത്താൽ മാത്രമേ, കണ്ടിന്യൂ കാര്യങ്ങൾ കേട്ടാൽ മാത്രമേ ഈ റെസ്പോൺസ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുള്ളൂ. പല ആൾക്കാർ ഇതിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ പേസ്റ്റും സോപ്പും കുക്കിംഗ് ഓയിലും വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടായിരിക്കും, മനസ്സിൽ ഒരു ആഴ്ച കൊണ്ട് പ്ലാൻ ആക്കിയായിരിക്കും. എന്തായാലും പറഞ്ഞതില്ലേ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, ഒരു കുക്കിംഗ് ഓയിൽ ഒരു പേസ്റ്റും സോപ്പും വാങ്ങിക്കാം. ഓൺലൈനിൽ കയറി നോക്കുമ്പോൾ കുക്കിംഗ് ഓയിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക്, അവിടെ ബിസിനസ് വേണ്ടെന്നായി. ഞാൻ കുക്കിംഗ് ഓയിൽ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു, കുക്കിംഗ് ഓയിൽ ഇല്ല. ഇപ്പം ഞാനിത് വേറെ ആൾ പറഞ്ഞ് അവർ നോക്കുമ്പോൾ കുക്കിംഗ് ഓയിലില്ലെങ്കിൽ അവർ ബിസിനസ് വേണ്ടാന്ന് നോക്കുമല്ലോ. ഇവിടെ നെഗറ്റീവിലേക്ക് പോയി. അത് പിന്നീടുള്ള കാര്യമാണ്. നിങ്ങൾ ഒരാളോട് പറഞ്ഞ് ബിസിനസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് കുക്കിംഗ് ഓയിൽ ഉണ്ടോ ഇല്ല നമ്മൾ നോക്കണം. നമുക്ക് ഇപ്പോൾ എന്തുണ്ട്, 450 പരം പ്രൊഡക്റ്റ് ഉണ്ട്. അതിൽ എന്തെങ്കിലും വാങ്ങിച്ച് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ചിലപ്പോൾ കൊറിയറിൻ്റെ പ്രശ്നം, നമ്മുടെ നാട്ടിൽ DTDCൻ്റെ സർവീസും ST കൊറിയറിൻ്റെയൊക്കെ സർവീസ് ചെയ്യുന്നത് ഒരു രക്ഷയില്ല. അവരോട് പറഞ്ഞില്ല, അവർ എവിടെയെങ്കിലും കാട്ടിലും മൂലക്കൽ ഒരു ഫ്രാഞ്ചൈസി ഓപ്പൺ ആക്കും, മര്യാദക്ക് കൊണ്ടുകൊടുക്കില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. പക്ഷേ ഇത് എന്താ ബിസിനസ്? നമ്മൾ ഈ സാധനം വാങ്ങിക്കാൻ വന്ന ആളാണ്, അല്ലെങ്കിൽ കൊറിയറിൻ്റെ പ്രോബ്ലം സോൾവ് ആക്കാൻ വന്ന ആളാണ്, അല്ലെങ്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്കില്ലാത്ത സാധനത്തിൽ പുറകെ നടക്കുന്ന ആൾക്കാരാണ്. നമ്മളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വന്ന ആൾക്കാരാണ്. നമ്മളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വന്നത്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നേടാൻ പറ്റാത്ത കാര്യം, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നമുക്ക് നേടാൻ പറ്റാത്ത കാര്യം, ഒരു ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ നേടാൻ സാധിക്കുന്ന ബിസിനസ് അവസരമാണിത്. ഒരു ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി 21 വർഷമായിട്ടുള്ള നിങ്ങളുടെ സ്വന്തം സ്ഥാപനം, അലീമയുടെ സ്വന്തം സ്ഥാപനത്തിൻ്റെ പേരെന്താണ്? വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. ആരെങ്കിലും സംസാരിക്കും പറയാം, എവിടെ വർക്ക് ചെയ്യണേ? ഞാൻ സ്വന്തം ബിസിനസ്സാണ്, സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണം, ഡീലിംഗ് വിത്ത് വേസ്റ്റേജിൻ്റെ പ്രൊഡക്റ്റ്. ഇതാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ എന്തോ ചെറിയൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ ഓൺലൈനിൽ പഠിച്ച് വാങ്ങിച്ച് സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും വാങ്ങിക്കുമ്പോൾ കൊടുത്താൽ മതി. ഇത് നമ്മൾ ചെയ്യുന്ന സെയിം പരിപാടിയല്ലേ? അല്ല, സ്വന്തമായി ബിസിനസ്സാണ്. എന്താ അലീമ ചെയ്യണം? ഇപ്പോൾ ഞാൻ സ്വന്തം ബിസിനസ്സാണ്, ഡീലിംഗ് വിത്ത് വേസ്റ്റേജിൻ്റെ പ്രൊഡക്റ്റ്. ഇത്രയും എത്ര സ്റ്റാൻഡേർഡിൻ്റെ ആ വാക്കിന്. ഈ രീതിയിലായിരിക്കും നമ്മൾ കൺവിൻസ് ചെയ്യുന്നത്. അല്ല നമ്മളെന്താ പറയുക, ഞാൻ അന്നൊരു ഓർഡർ ചെയ്തിട്ടില്ല, അത് കൊറിയറാണ് തന്നിട്ടില്ല, അവിടെ പോയി വാങ്ങിക്കേണ്ടിരുന്ന പൈസ വണ്ടിക്കൂലി നഷ്ടമായി എന്ന് പറയാം. ഈ നെഗറ്റീവ്സ് ഒന്നും ഏറ്റെടുക്കുക, നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മുടെ സ്വന്തം ബിസിനസ്സാണ് വേസ്റ്റേജ്. അവിടെ എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടെങ്കിൽ, മുന്നേ ഒരു മോട്ടിവേഷൻ സ്പീക്കർ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിൻ്റെ മേലെ ചവിട്ടി കിടന്ന് അപ്പുറം കിടക്കുന്ന ആൾക്കാരെ വിജയിക്കുന്ന മോട്ടിവേഷൻ സ്പീക്കർ പറയുന്നത്. പ്രതിസന്ധി വരുമ്പം അതിനെ തരണം ചെയ്യണമെന്ന് പറയും. അത് ചവിട്ടുപടിയായിട്ട് അപ്പുറം കടന്ന് വിജയിച്ച് പോകണമെന്ന് പറയാം. പക്ഷെ ഞാൻ ആ ഡയലോഗ് മാറ്റി പറയാം. പ്രതിസന്ധി ഉണ്ടെങ്കിൽ ആ പ്രതിസന്ധി മാറ്റുക, എന്നിട്ട് മുന്നോട്ട് പോകുക. എന്നാലും നിങ്ങളുടെ കൂടെ ബാക്കിൽ വരുന്നവർക്ക് നടന്നു വരാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ ബാക്കിൽ വന്ന വ്യക്തി നിങ്ങൾ ചാടിയ പോലെ അവർക്ക് ചാടാൻ പറ്റില്ല, അവർ തിരിഞ്ഞങ്ങ് പോകും, നിങ്ങൾ ഒറ്റയ്ക്ക് പോകും അപ്പുറത്തില്ല. അപ്പോൾ പ്രതിസന്ധി ഉണ്ടെങ്കിൽ ആ പ്രതിസന്ധി മാറ്റുക, ബാക്കിൽ വരുന്ന ആൾക്കാർക്ക് വഴി ഉണ്ടാക്കി കൊടുക്കുക. ക്ലിയർ ആവുന്നുണ്ട്? അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാൻ പഠിക്കാൻ ശ്രമിക്കുക. നെഗറ്റീവ് ഒന്നുമില്ല. നിങ്ങളെ സ്വന്തം സ്ഥാപനമായി നെഗറ്റീവ് ആരോടെ പറയണ്ട, അങ്ങനെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. എന്തെങ്കിലും ചെറിയ ചെറിയ വിഷയങ്ങളുണ്ടെങ്കിൽ അതിന് ക്ലിയർ ആക്കാൻ പറ്റും. കമ്പനി 100% നമ്മളോടൊപ്പമുള്ള കമ്പനി, ഡിസ്ട്രിബ്യൂട്ടർ ഓറിയൻറ്റഡ് കമ്പനിയാണ്, ഡിസ്ട്രിബ്യൂട്ടറിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കമ്പനിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കമ്പനി 21 വർഷമായിട്ടും ഡിസ്ട്രിബ്യൂട്ടർക്ക് ബുദ്ധിമുട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാൻ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ മോഡിക്കാർ എന്ന് പറഞ്ഞ കമ്പനിയിലെ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരുന്നത്? അവർ ഓരോ കൊല്ലവും ആ കമ്പനി മാനേജ്മെൻറ്റ് മോഡി എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹം മാർക്കറ്റിംഗ് പ്ലാൻ മാറ്റിക്കൊണ്ടിരിക്കും. കമ്പനിക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന മാർക്കറ്റിംഗ് പ്ലാൻ ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കംപ്ലീറ്റ് ഇന്ന് വെസ്റ്റേജിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പല കമ്പനികളും നമ്മൾ നാട്ടിൽ 6 വർഷം കഴിയുമ്പോൾ പേര് മാറ്റി വേറെ കമ്പനി അപ്പുറം സൈഡിൽ തുടങ്ങും. മേലുള്ള ടോപ്പ് ലീഡർമാരൊക്കെ അപ്പുറം വേറെ കമ്പനി തുടങ്ങിയിട്ട് ഇവരോട് പറയുന്നില്ല, ഈ താഴെ ആൾക്കാർ സാധനം വാങ്ങി വിറ്റ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ വരുമാനം ഇവർക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പുറം അവർ പുതിയ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹൈറിച്ച് ചെയ്തുകൊണ്ടിരുന്ന ലീഡർമാർ എനിക്ക് നന്നായിട്ട്, എൻ്റെ ടീമിൽ നിന്ന് എൻ്റെ കമ്പനിയിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന കുറേ ലീഡർമാരുണ്ട്. അവരെ ഈ ബിസിനസ് ഇൻവൈറ്റ് ചെയ്ത് അവർ പറയും, സാറേ നമുക്ക് ഈ പ്രൊഡക്റ്റ് ശരിയാവില്ല സാർ, നമുക്ക് ഓൾറെഡി പൈസ ഇടാൻ വേണ്ടി ഒരുപാട് മണ്ടന്മാരുണ്ട്, അവരിട്ടോളൂ. നമ്മൾ ഹൈറിച്ച് കൂട്ടിയ സമയത്ത് നമ്മളിപ്പോൾ നമ്മളെല്ലാം മേലുള്ള ടോപ്പ് ലീഡർമാരൊക്കെ പുതിയ മണി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് പൈസ ഇടാൻ വേണ്ടി ഇഷ്ടംവരെ മണ്ടന്മാർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കുറേ കഴിയുമ്പോൾ നമ്മൾ തന്നെ കേസ് കൊടുത്തിട്ട് അത് പൊളിക്കും. എന്നുവെച്ചാൽ നമ്മൾ പുതിയത് കൊണ്ട് സ്റ്റാർട്ടാക്കും. ഒരു പരാതി ഇല്ലാതെ മലയാളി ഇഷ്ടമാരുണ്ട്. സാറിൻ്റെ പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിച്ചോളാം, പക്ഷേ എനിക്ക് സമയമില്ല ഇതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ പുതിയ ഹൈറിച്ചിൻ്റെ ആൾക്കാർ പുതിയ തുടങ്ങിയിട്ട്, പേരൊന്നും ഞാൻ പറയില്ല, എനിക്കറിയാൻ പേരൊന്നും ഞാൻ പറയുന്നില്ല. അവർ പുതിയതായി തുടങ്ങി ഓൾറെഡി. അവർ കേസ് കൊടുത്ത് അവരെന്നെ അത് കൊളാക്കി മാറ്റി അതിനകത്ത് ഉണ്ടാക്കിയ പൈസ വെച്ച് അവർ സ്വിസ് ബാങ്കിലൊക്കെ കൊണ്ടിട്ട് വെച്ചിട്ട് അവർ കേസും കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പുറത്തിറങ്ങും. ആ പൈസ അവർ എൻജോയ് ചെയ്യും. പണം പോയത് ആർക്കാ? സാധാരണക്കാർ. നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ ആർക്കും ഒരു പൈസ കൊടുക്കുന്നില്ല,
ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നില്ല, ഒരാളെ കൊണ്ട് നിർബന്ധിച്ച് ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിക്കുന്നില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുക. ഈ ഒരു കമ്പനിയുടെ സിസ്റ്റം എന്താണ് മനസ്സിലാക്കുക, ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കുക, എവിടെ വർക്ക് ചെയ്താലാണ് വരുമാനം കൂട്ടാൻ സാധിക്കുക, ആരെ സഹായിക്കുമ്പോഴാണ് നമ്മുടെ വരുമാനം കൂടുക, ഇതിനെക്കുറിച്ചുള്ള പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ലീഡർമാർ നല്ല ലീഡറാണെങ്കിൽ, നിങ്ങളുടെ വിജയം മാത്രം ആഗ്രഹിക്കുന്ന ലീഡറാണെങ്കിൽ എവിടെ വർക്ക് ചെയ്യണമെന്ന് അവർ പറഞ്ഞു തരും. കാരണം ബിസിനസ് മനസ്സിലായ വ്യക്തിക്ക് അത് പറഞ്ഞു തരാൻ അറിയാം. കാരണം ഈ ബിസിനസ് അങ്ങനത്താണ്. പിന്നെ ഏതെങ്കിലും ലീഡർ, ഞാൻ ഇന്നലെ ഒരു ലീഡറെ കണ്ടിട്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല, നമ്മുടെ ടീമിലല്ല, വെസ്റ്റ് ഈസ്റ്റ് തന്നെ ചെയ്യുന്ന കണ്ണൂരിലെ ലീഡറാണ്. ഒരു പാവപ്പിടിച്ച സ്ത്രീ, ഹസ്ബൻഡ് കിടപ്പിലാണ്, രോഗിയായിട്ട് കിടക്കാൻ മരുന്ന് ജോലിയൊന്നുമില്ല, തൊഴിലുറപ്പിന് പോയിട്ട് ജീവിക്കുന്ന സ്ത്രീയാണ്. ആ സ്ത്രീയെ കൊണ്ട് പറഞ്ഞു വെച്ചിരിക്കുക 1,60,000 സാധനം വാങ്ങിക്കാൻ വേണ്ടി, സ്ഥിരമായിട്ട് 18,000 വരുമാനം വരുന്ന ജോയിൻ ചെയ്യിപ്പിച്ചു. ആ സ്ത്രീ ലോൺ എടുത്തിട്ട് ആ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ ആദ്യത്തെ മാസം 18,000 വരുമാനം കിട്ടും, പിറ്റത്തെ മാസം ഈ സ്ത്രീ വിളിച്ചാൽ ഫോൺ എടുക്കും. മനസ്സിലായി? ഇങ്ങനെയൊക്കെ ഒരുപാട് പറ്റിപ്പുകളുണ്ട്. നമുക്കറിയുന്ന കാണുന്ന മുന്നിൽ കാണുന്ന, ചെയ്യരുതെന്ന് പറഞ്ഞാലും ചെയ്യും, അവർ പോയി ചെയ്യും. കാരണം എല്ലാ മാസം വരുമാനം വരുന്ന പ്രതീക്ഷിക്കുന്ന ആൾക്കാർ. ഒരു കാരണവശാലും അങ്ങനെ കിട്ടില്ല. നമ്മൾ പണിയെടുക്കാതെ മാസം മാസം വരുമാനം കിട്ടില്ല. അതിന് നമ്മൾ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി വെക്കണം. ഇപ്പം ലുലു യൂസഫ് അലി സാറ്, അദ്ദേഹം ഒറ്റയടിക്ക് ഉണ്ടാക്കിയ സൂപ്പർ മാർക്കറ്റാണ് 200ഓളം. അയാൾ പതുക്കെ 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 ബിൽഡ് ചെയ്ത് വന്നതാണ്. ഇന്ന് അദ്ദേഹത്തിന് ഒരു പണി എടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് സിസ്റ്റമാറ്റിക്കായിട്ട് 70,000-ലധികം സ്റ്റാഫുള്ള, 70,000 വ്യക്തികളുടെ ലിവറേജ് അദ്ദേഹത്തിനുണ്ട്. 70,000 വ്യക്തികൾ 10 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ലിവറേജാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നത്. സെയിം പൊസിഷനിലാണ് ഞാനിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഞാൻ ഒറ്റക്കാണ് വർക്ക് ചെയ്തെങ്കിൽ ഇന്ന് ഷാവുലി ചെയ്യുന്ന 10 മണിക്കൂർ ലിവറേജ് എനിക്കുള്ളതാണ്. അലീമ ചെയ്യുന്ന 10 മണിക്കൂറുണ്ടെങ്കിൽ ആ 10 മണിക്കൂർ ലിവറേജ് എനിക്കുള്ളതാണ്. ഇതാണ് ലിവറേജ് ബിസിനസ്. നമ്മൾ ഉണ്ടാക്കേണ്ടത് പണിയെടുക്കുന്ന, ബിസിനസ് ചെയ്യുന്ന, വരുമാനം ആഗ്രഹിക്കുന്ന വന്നിരിക്കുന്ന ആൾക്കാരെ കൂടെ നിർത്തി അവരെ ബിസിനസ് പഠിപ്പിച്ചു കൊടുത്ത് അവർക്കൊരു വരുമാനം വാങ്ങിച്ചു കൊടുത്ത്, വരുമാനം ഇപ്പം അലീമക്ക് ഒരു 50,000 വരുമാനം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇല്ലെങ്കിൽ അലീമക്ക് ബിസിനസ് കൊണ്ടുപോകാൻ അറിയും. ഷാഹുലിന് 1,00,000 രൂപ വരുമാനം വാങ്ങിച്ചു കൊടുത്ത് അദ്ദേഹം ബിസിനസ് കൊണ്ടുപോകും. മിനിക്ക് 1,00,000 രൂപ വരുമാനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരത് കൊണ്ടുപോയിക്കോളും. കാരണം ആ വരുമാനം വാങ്ങിക്കുന്ന സമയത്ത് ഈ ബിസിനസ് കംപ്ലീറ്റ് അവർ പഠിച്ചു. ഞാൻ അതിനെ ചെയ്തുകൊണ്ടിരുന്നത്. 1,00,000-അടുത്ത് വരുമാനം വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാർ ക്രിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു വർഷത്തിനിടയിൽ അതാവും. പിന്നെ എനിക്ക് ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു നല്ല തീരുമാനം എടുക്കുക. 1 മണിക്കൂറും 10 മിനിറ്റ് എടുത്ത് പോയി ഈ ബിസിനസ് ഏകദേശം കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. കുറച്ചൊക്കെ ചെറിയൊരു 5% ഈ ബിസിനസിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടാവും. ദയവ് ചെയ്ത് മറ്റുള്ള നെഗറ്റീവുകൾ ഉൾക്കൊള്ളാതിരിക്കുക. ഒരു LKG സ്റ്റുഡൻ്റായിട്ട് ഒരു പഠിക്കാനുള്ള മൈൻഡ് സെറ്റ് കൂടി, സമയം പാഴാക്കാതെ എത്ര സമയം നിങ്ങൾക്ക് കിട്ടുമോ ആ സമയം ഇവിടെ എടുത്തിക്കാൻ ശ്രമിക്കും. വൈകുന്നേരങ്ങൾ കാണുന്ന മീറ്റിങ്ങുകളും രാവിലത്തെ CEP ക്ലബ്ബുകളും അതിനിടയിലുള്ള നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ റെഗുലറായിട്ട് നിങ്ങൾ അപ്ലൈനായിട്ട് കമ്മ്യൂണിക്കേഷൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പല ആൾക്കാർക്കും മെസ്സേജ് അയച്ച് നോക്കാതെ 10 ദിവസം കഴിയുമ്പോൾ അവർ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് ഒരാൾ ലെഫ്റ്റ് ആയപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ, സാറേ എൻ്റെ അണ്ടറിൽ ആരും വന്നാലല്ലേ എനിക്ക് കാര്യമുള്ളൂ, അപ്പോൾ ഞാൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് വലിയ കാര്യമുണ്ട്. ഈ അണ്ടറിൽ എവിടെ നിന്ന് ആൾ വരുമോ? എവിടെ നിന്ന്? നിങ്ങൾക്ക് ഈ ബിസിനസ് അറിയില്ല, മീറ്റിംഗ് അറിയില്ല, അണ്ടറിൽ ആൾ വരുമോ? എൻ്റെ അണ്ടറിൽ ആൾ വന്നാലും എനിക്ക് വരുമാനമുള്ളതെന്ന് പറയുന്നത്. നിങ്ങൾ അണ്ടറിൽ ആരും വരണ്ട. നിങ്ങൾക്ക് ഈ ബിസിനസ് എന്താ മനസ്സിലാകാതെ ആരും വരുമോ? ഈ ഓപ്പർച്യൂണിറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ആദ്യത്തെ 3 മാസം നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിലേക്ക് വരാൻ ശ്രമിക്കും. ചില ആൾക്കാർ നല്ല പ്രൊഡക്റ്റ് മൂവ് ചെയ്യാൻ പറ്റുന്ന, കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. കസ്റ്റമറെ കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തിക്ക് നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായി. നെറ്റ്വർക്ക് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പ്രൊഡക്റ്റ് നോളജ് കൂടുതലുള്ള ആൾക്കാർക്ക് കസ്റ്റമർ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ സംശയങ്ങൾ ചോദിക്കാനേ വിനോദ സാറിനെ കാണില്ല. എല്ലാ പ്രൊഡക്റ്റ് കുറിച്ച് നന്നായിട്ട് അറിയാം. അദ്ദേഹത്തിന് ഒരു സോപ്പ് ഒരാൾക്ക് കൊടുക്കാൻ സമയമില്ല. പാവത്തിന് ഒരു സോപ്പിനെ കുറിച്ച് കോളേജ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൽ പറഞ്ഞു കൊടുക്കാൻ സമയമില്ല. കാരണം ഈ അയക്കുന്ന ആൾക്കാർ കംപ്ലീറ്റ് അദ്ദേഹത്തിന് മെസ്സേജ് അയക്കും. ഒരു 100 PV എക്സ്ട്രാ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വഴക്ക് പറഞ്ഞ് ഇപ്രാവശ്യം 500 PV ചെയ്തു. ഞാൻ വഴക്ക് പറഞ്ഞു, ഒരാൾക്കും മെസ്സേജ് റിപ്ലൈ കൊടുക്കണ്ട, അത് അവരുടെ ലീഡർമാർ നോക്കിക്കോളും. 500 PV ചെയ്തു. അത്രയും കഴിവുണ്ട്. പക്ഷേ ഈ മെസ്സേജ് റിപ്ലൈ കൊടുത്ത് അദ്ദേഹം സമയം പോകും. വേറെ ഒരു സ്ഥലത്ത് പോകാൻ പറ്റുന്നു. അപ്പം നമ്മളെല്ലാവരും ലീഡർമാരെ മാറാൻ ശ്രമിക്കുക. നമ്മളെ കൂടെ വന്നിരിക്കുന്ന ടീം മെമ്പേഴ്സിന് പ്രൊഡക്റ്റ് നോളജ് എത്തിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും, അലീമയൊക്കെ നല്ലോണം പ്രൊഡക്റ്റ് മൂവ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ കൊടുത്ത പ്രൊഡക്റ്റ് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ ഒരു ബുക്കിൽ എഴുതി വെക്കും. ആ ചോദ്യങ്ങളൊന്നും ഇനി രണ്ടാമത് വിനോദ സാറിനോടോ എന്നോടോ ഷാവുൽ സാറിനോട് ചോദിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. പുതിയ പ്രൊഡക്റ്റിനെ വെച്ച് ചോദിച്ച് അത് പഠിച്ച് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം പ്രൊഡക്റ്റ് മൂവ് ചെയ്യുന്ന ആളാണ് അലീമ. അപ്പോൾ അത് നോട്ട് ചെയ്ത് നിങ്ങൾക്ക് വിനോദ് സാറിനേക്കാളും കഴിവുള്ള ഒരു ഡോക്ടർ സോഫിയ മാഡത്തിനേക്കാളും കഴിവുള്ള വ്യക്തിയെ മാറാൻ സാധിക്കും. കുറച്ച് കഴിയുമ്പോൾ ഷാവുൽ സാറിൻ്റെ ടീമിലുള്ള കുറേ ആൾക്കാർ അലീമനെ കോൺടാക്ട് ചെയ്യും.
അപ്പോൾ അതുപോലുള്ള അലീമിനെ പോലത്തെ കുറച്ച് ആൾക്കാർ താഴെ ക്രിയേഷൻ ചെയ്യണം, അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കണം. ഇങ്ങനെ കുറേ ആൾക്കാരെ സെറ്റാക്കിയോ. ക്ലിയർ ആവുന്നുണ്ടോ? എല്ലാവരും ലാസ്റ്റ് വരെ ഉണ്ട്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഓരോ പ്രാവശ്യം ഇന്ന് ഞാൻ വേറെ വെറൈറ്റി സെഷൻ എടുത്ത്, കഴിഞ്ഞ ആഴ്ച വേറെ സെഷനാണ്, അല്ല വ്യത്യാസമില്ല ഹലീമ. കഴിഞ്ഞ ആഴ്ച സെഷനല്ല ഇന്ന് ചെയ്തത്, ഇന്നത്തെ സെഷൻ വേറെയാണ്. അപ്പോൾ പറ്റുന്ന ആൾക്കാർ, ഇത് പുതിയ ആൾക്കാർക്കുള്ള സെഷനാണ്, നിങ്ങൾ അറ്റൻഡ് ചെയ്ത് ആൾക്കാർ കൂടുമ്പോൾ എനിക്ക് കുറച്ചും കൂടി ചാർജ് കൊടുക്കും, എനർജി കൊടുക്കും. ആൾക്കാർ കൂടുമ്പോൾ എൻ്റെ എനർജി കൂടും, ഞാൻ സംസാരിക്കുന്ന രീതി മാറും, ആളില്ലെങ്കിൽ എൻ്റെ എനർജി കുറയും. പുതിയ ആൾക്കാരും പഴയ ആൾക്കാരും കയറിക്കും. പക്ഷെ മാക്സിമം ജോയിൻ ചെയ്ത വ്യക്തികളെ ഈ സെഷൻ, ഇത് രണ്ടാമത്തെ സെഷനാണ് ഈ സെഷൻ ഞാൻ കണക്കാക്കുന്നത്. മൂന്നാമത്തെ സെഷൻ ഇന്ന് രാത്രിയുള്ള സെഷനാണ്, 9 മണിക്കുള്ള സെഷനാണ്. ഇത് നിങ്ങളെല്ലാവരും ഇന്ന് വൈകുന്നേരം 9 മണിക്കുള്ള സെഷൻ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ വരും. പിന്നെ രാവിലത്തെ സെഷൻ അറ്റൻഡ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു തീരുമാനം എടുക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം 2 മണിയുടെ സെഷൻ ആവാറായി, അത് ഞാൻ തന്നെ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ രാത്രി 9 മണിക്ക് സെഷൻ, അതും ഞാൻ തന്നെ ചെയ്യേണ്ടത്. അതിൻ്റെ ഇടയിൽ ഫുൾ ടൈം രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് മൊബൈൽ ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. ഒരു രാത്രി ഉറങ്ങുന്ന നേരം മൊബൈൽ താഴെ വെക്കാതെ ആൾക്കാരുടെ ഡൗട്ട് ക്ലിയർ ആയി കൊടുക്കുന്ന ഒരാളാണ്. അത്രത്തോളം കമ്മിറ്റഡായി നിൽക്കുന്ന വ്യക്തിയാണ്. സീരിയസ് ആയിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. ഒരു കാരണവശാലും നിങ്ങളുടെ അപ്ലൈ നിങ്ങൾക്കൊരു മെസ്സേജ് തന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കും, അത് റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കും, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു, വിഷ് യു വെൽ.